കട്ടൻ ചായക്ക് ഇത്ര മധുരവും മണവും ഒക്കെ കിട്ടിയതും അതും ഫൈസയും അവൻ്റെ അപ്പൂപ്പനും കൂടെയുള്ള വർത്താനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ മണത്തോടു കൂടി എത്തിച്ചതാണ് ഉസ്താദ് ഹോട്ടൽ. അവിടെയൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പണ്ടാരം അടങ്ങാണെന്ന് അറിയില്ലേ. നിങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഞാൻ പണ്ടാരടങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും ഗംഭീരമായിട്ട് ഞാൻ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അനൽമേലെ പനിത്തുളി ആ പാട്ട് കേൾക്കും പോലെ പൂക്കൾ പൂക്കും തരുണം അതേ ശ്രേണിയിൽ വെച്ചിരിക്കുന്നൊരു പാട്ടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പുതുവെള്ളേ മഴയൊക്കെ പോലെ മഴ എന്നുള്ള പാട്ടില്ല, അതുപോലെ ഒരു പാട്ട് വേണം. അപ്പോൾ ഞാൻ ആ ഒരു മൂഡ് പിടിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഷബാസിക്ക പാടുമ്പോൾ ഗായകനല്ല നമുക്ക് ഫീൽ ചെയ്യുക, എൻ്റെ ആത്മാവിനെയാണ് ഫീൽ ചെയ്യുക. എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പോകുന്നത് മലയാളികൾ ഒരു പക്ഷേ ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള തവള കരയുന്ന സൗണ്ടൊക്കെയാണ് ഇടുന്നത്. റഹ്മാൻ സാറിൻ്റെ കണ്ണാളനെ അതിൻ്റെ ഒരു ക്ലാപ്പ്, അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി, ഒപ്പം ഈ പാട്ടിൻ്റെ എഡിറ്റിംഗ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു സാരെങ്കിൽ വായിപ്പിച്ചു. ആ പീസാണ് പിന്നീട് എൻ ടൈറ്റിലോട്ടൊരു പാട്ടാക്കി ഞാൻ മാറ്റിയത്. വെറുതെ ഒരു ബോട്ട് പോകുമ്പോഴാണ് നിമിഷമിത അത് നിങ്ങൾ എന്താണ് ഓഹോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് സന്തോഷം, നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സന്തോഷം. ആ ഓഹോ ഇപ്പോഴും ഞാൻ എനിക്ക് പറ്റാത്ത സാധനം. മൊബൈൽ റിംഗ് ടോൺ വരുന്നു പറഞ്ഞത്, നിങ്ങൾക്കത് കിട്ടുന്ന മൊബൈൽ റിംഗ് ടോൺ, ഞങ്ങൾക്കത് മ്യൂസിക്കൽ നൊട്ടേഷനാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആരും ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത്. തനി രാവണൻ 10 തലയാ ഇവന്. ഒരു ടി ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ തീരുമാനിക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ സമയത്ത് ബോൾഡായിട്ട് ഞാൻ ലെഫ്റ്റ് റൈറ്റ് എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഗോപി സുന്ദരാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ്. ഇന്ന് ശരിക്കും ഞാൻ കുറച്ചൊരു അധിക പ്രസംഗിയാവും കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൈ കിട്ടുമ്പോൾ ഈ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ രാത്രി പാട്ട് കേൾക്കുന്ന സ്വഭാവം അധികം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഒരു മെഴുതിരിയുടെ ഒരുപാട് പ്രാവശ്യം ഞാൻ കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. അത് കുഞ്ചാക്കോബനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നന്നായിട്ട് റൊമാൻസ് എനിക്ക് ഫീൽ ചെയ്തൊരു പാട്ട് അനൽമേലെ പനിത്തുളി ആ പാട്ട് കേൾക്കും പോലെ ഹാരിസ് ജയരാജിൻ്റെ, അതേപോലെ ജി വി പ്രകാശ് സാറിൻ്റെ പൂക്കൾ പൂക്കും തരുണം ഇല്ലേ, ആ സോങ്ങൊക്കെ പോലെ അതേ ശ്രേണിയിൽ വെച്ചിരിക്കുന്നൊരു പാട്ടാണ്. ഇത് ശരിക്കും ഒരു താരാട്ട് പാട്ട് പോലെ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം ഓമന തിങ്കൾ കിടാവോ ഒക്കെ അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലകത്തേക്ക് വരണം റൊമാൻറ്റിക് സോങ്സ് എന്നുള്ളത് എവിടെ നിന്നാണ് ശരിക്കും കിട്ടിയത്? വൈശാഖ് സഹായിച്ചു. വൈശാഖിൻ്റെ ലൈഫിൽ വൈശാഖൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി കമ്പോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു മാക്സിമം പോയ ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ ആ കമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പുതുവെള്ളേ മഴയൊക്കെ പോലെ മഴ എന്നുള്ള പാട്ടില്ല, അതുപോലെ ഒരു പാട്ട് വേണം. അപ്പോൾ ഞാൻ ആ ഒരു മൂഡ് പിടിച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പാട്ട്. എൻ്റെ മിക്ക പാട്ടുകളും അങ്ങനെയാണ്, ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇല്ല, നാച്ചുറലി വരുന്ന പോലെ അങ്ങ് ചെയ്യും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. യശവനും അതുപോലെ തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് ചെറിയ പാട്ടാണ്. അത് കഴിഞ്ഞൊരു ചായ കുടിക്കാൻ വേണ്ടി ചെറിയ ബ്രേക്ക് എടുത്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പോഴാണ് എൻ്റെ ചരണം വരുന്നത്. ഓരോ നിമിഷ ചഷകം സ്മൃതികള തിരര തിരി പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു മേജർ മൈനർ സ്കെയിലിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ശലഭങ്ങളായുയർക്കുമോ അനുരാഗികൾ സഖി, ആ ഒരു ചേഞ്ച് എനിക്ക് പെട്ടെന്ന്, എൻ്റെ ഒരു സ്വഭാവമാണ്, എനിക്ക് പെട്ടെന്ന് ഒരു മൈനർ സ്കെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടിൽ പെട്ടെന്നൊരു മേജർ സ്വഭാവം കാണിക്കണം എന്നൊക്കെ തോന്നുന്നത് എൻ്റെ ഒരു ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ശലഭങ്ങളായി എന്നുള്ള വാക്കിലോട്ട് വരുമ്പോൾ അതിലൊരു മേജർ ഫീലൊക്കെ കൊടുത്ത് മ്യൂസീഷ്യൻഷിപ്പും നന്നായിട്ട് കാണിക്കാൻ പറ്റി. അത് ഡയറക്ടറിനും ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്ത് തീർത്തു. ഷഹബാസ് അമൻ പാടി, മൃദുലയും കൂടിയാണ് പാടിയത്. ആ നെക്സ്റ്റ് ഡേ ആയിരുന്നു റെക്കോർഡിങ് തന്നെ. അത് 1 ഡേ തന്നെ ഞാൻ ഓർക്കസ്ട്രേഷൻ കഴിച്ചു. അതിനുശേഷം കുറച്ച് അഡീഷണൽ കുറച്ച് വയലിനും
ഒരു ബോംബെയിലെ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ അതിൻ്റെ സാരംഗിയൊക്കെ വായിപ്പിച്ചു. വിത്തിൻ 2-3 days ഇറ്റ്സ് ഓവർ. അങ്ങനെയാണ് അത് ചെയ്തത്. ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെയാണ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ ഒരു ബേസിക് നിഗമനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അധികം വർക്ക് ചെയ്തത് ഇറ്റ്സ് ലൈക്ക് നമുക്കതിൽ ഫീൽ ചെയ്താണ് ചെയ്യുന്നത്. സോ അത് ആ ഫീൽ അതിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. എല്ലാവരും കേൾക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഒരുപാട് പേര് ആ പാട്ടിനെ കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇൻട്രേറ്റർ നമ്മൾ വിളിക്കുന്ന സമയത്ത് രജനീഷ് എന്നോട് പറഞ്ഞത് ആ പാട്ടിനെ കുറിച്ച് പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം എനിക്ക് മനസ്സിലായി. ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ് തീർത്തു എന്ന് വിചാരിക്കരുത്, ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അതായത് ഇതിനകത്ത് മൃദുലയുടെ ശബ്ദത്തിൽ ചില സ്ഥലത്ത് ആ ഒരു സാധനം ഇല്ലേ, അതൊക്കെ എങ്ങനെയാണോ ബ്ലെൻഡ് ആവേണ്ട മ്യൂസിക്കുമായിട്ട് അത്രയും നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഷഹബാസ് അമന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പ്രാണൻ അലയും ഇതുപോൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രാണനും കൂടെ അതിനൊപ്പം സഞ്ചരിക്കും. അതൊരു ഗായകൻ പാടുന്നതായിട്ടാണോ നമ്മുടെ സോള് പാടുന്നതായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത്രയും ഇഴുകിച്ചേർന്നാണ്. ഷഹബാസ് അമനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി തോൽപ്പിക്കുന്ന ഒരു മനുഷ്യനായി മാറും. അത്രയും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഷഹബാസ് അമനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു ഭാഗ്യവും കൂടെ കിട്ടിയിട്ടുണ്ട് ആ പാട്ടിലെന്നാണ്. ഡെഫിനറ്റ്ലി. അതായത് ഷഹബാസിക്കയുടെ പാട്ട്, ഷഹബാസിക്ക പാടുമ്പോൾ ഗായകനല്ല നമുക്ക് ഫീൽ ചെയ്യുക, എൻ്റെ ആത്മാവിനെയാണ് ഫീൽ ചെയ്യുക. അല്ല, മൃദുല പാടുമ്പോഴും മൃദുലയുടെ വോയിസ് ടോണും കുറച്ചൊന്ന് മാറ്റി ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. വേറൊരു ടോണിലാണ് പാടിച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും മൃദുലയുടെ വേറൊരു ഒറിജിനൽ ടോണിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാനും വൈശാഖും കൂടി പറയുന്നു, അതിൽ മറ്റേ ടോൺ പിടിക്കും എന്നിട്ട് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടോണിൽ അത് പാടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു പാട്ടാണ്. മാത്രമല്ല സാധാരണ മലയാള സിനിമയിലൊക്കെ വരുന്ന ഒരു 3-4 ദിവസം കണ്ടിന്യൂ ഷൂട്ടുണ്ടായിരുന്നു ആ പാട്ട്. എന്നുവെച്ചാൽ ആ സംവിധായകൻ അത്രയും രസിച്ച് അത് ആസ്വദിച്ച് വിഷ്വലൈസ് ചെയ്തൊരു പരിപാടിയായിരുന്നു അത്. പിന്നെ അതിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ ഇങ്ങനെ ആ ഹീറോ ഒരു വയലിനിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കുഞ്ഞിന് വേണ്ടി വയറ്റിലിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട്, അപ്പം അവിടെ ഒരു വയലിൻ പീസ് വേണമെന്ന് പറഞ്ഞപ്പം എന്തുകൊണ്ട് ഓമന തിങ്കൾക്കിടാവെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ അതിലൊരു നല്ല രീതി മ്യൂസിക്കലി ഈ പാട്ടും ഓമന തിങ്കൾക്കിടാവായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ ഒരു ബീജത്തിൽ എങ്ങനെ വരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. ഞാനും വൈശാഖും വിചാരിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. അപ്പം ഈ ഓമന തിങ്കൾക്കിടാവെന്നുള്ള സാധനം ബീജത്തിൽ കയറ്റിയല്ലോ. മ്യൂസിക്കാലിറ്റി അതിനെ സഹായിക്കുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വി ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്കെയിൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വീണ്ടും ഒരു പർട്ടിക്കുലർ കോഡിലൂടെ തിരിച്ച് അതിൽ ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യാറുണ്ട്, മ്യൂസീഷ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇങ്ങനൊരു പാട്ടിൽ അങ്ങനെ വന്നു. അതൊരു മ്യൂസിക് മാത്രമല്ല, അത് വിഷ്വലൈസേഷനെ സഹായിച്ചെന്ന് വെച്ചാൽ അവിടുത്തെ അവർ തമ്മിലുള്ള കെയറിംഗ് ഇല്ലേ, ആ ബോണ്ടിൽ ഈ ഓമന തിങ്കൾക്കിടാവ് വരുമ്പോൾ അത് കാമുകിയുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നതിനെ കുറിച്ചുള്ളൊരു വിഷ്വലൈസേഷനാണ്. നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി തന്നെ ട്യൂൺഡ് ആയി കഴിഞ്ഞിരുന്നു. ആ റിലേഷനിൽ ഇങ്ങനെ ഒരു സംഗതി, ഒരു ബോണ്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പം ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഭയങ്കര രസമുള്ള ബ്ലെൻഡ് അതിനകത്ത് സംഭവിച്ചു. അതെ, എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ, നല്ല മാജിക് എന്ന് പറയുന്നത്. സംഭവിക്കണം, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പാട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, സംഭവിക്കണം. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വരുന്നതൊക്കെ ഒരു അനുഗ്രഹം എന്നാണ് പറയാം. അടിപൊളി. ഈ കിഴക്ക് പൂക്കും മുരിക്കിനെന്തൊരു ചുവപ്പാണേ, ആ പാട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാറിനോട് ചോദിച്ചു, ഈ കൽബിലെത്തിയതാണോ അതേ കൽബിലെത്തിയാണോ എന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചു? റഫീ സാറിനോട്. അപ്പോൾ കൽബിലെത്തിയതാണോ സാറേ അതേ കൽബിലെത്തിയാണോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ എഴുതിയത് കൽബിലെത്തിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രേമമാണെങ്കിൽ ശരിക്കും കൽബിലെത്തിയായിട്ട് സങ്കല്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ അതിനകത്ത് ലിറിക്സിൽ കിഴക്ക് പൂക്കും മുരിക്കിനെന്തൊരു ചുവപ്പാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പൂവിന് കൂടുതൽ ശോഭ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ലെന്ന്. ഈ പാട്ട് കാണുമ്പോൾ എനിക്ക് റഹ്മാൻ സാറിൻ്റെ ചിത്ര ചേച്ചി പാടിയ കണ്ണാളനെ, അതിൻ്റെ ഒരു ക്ലാപ്പ്, അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി, ഒപ്പം ഈ പാട്ടിൻ്റെ എഡിറ്റിംഗ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ ആ പാട്ടിൻ്റെ താളം, ആ താളത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുന്ന പാറ്റേണിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയായിട്ട് നമ്മളും കൂടെ ഇങ്ങനെ പാഴ്ന്നില്ല ഇങ്ങനെ പോവില്ലേ, ആ ഒരു സാധനമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ നടത്തുമ്പോൾ ഈ ക്ലാപ്പ് ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണാളനെ ക്ലാപ്പ് കേട്ടതിന് ശേഷം അത്രയും സൗണ്ടിങ്ങിൽ ബെസ്റ്റായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. അപ്പോൾ എന്തേന്നും വന്നില്ല എന്ന് വിദ്യാസാഗർ സാറിൻ്റെ പാട്ടിലുണ്ട്. പക്ഷേ ഇത് ഈ കാതിലുണ്ടല്ലോ, ഇപ്പോഴും ഹെഡ്സെറ്റ് കേൾക്കുമ്പോൾ അത്രയും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സൗണ്ടിങ് ആണ്. അത്രയും ഓർക്കസ്ട്രേഷനും ക്വാളിറ്റിയും വരുമ്പോൾ
ഒരു ഉന്നത നിലവാരമൊന്നും നമ്മൾ പറയില്ലേ, ഇവരുടെയൊക്കെ അതേ ക്വാളിറ്റിയിൽ ഉയരാൻ പറ്റി. ആ പാട്ടിൻ്റെ സൗണ്ടിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്തതാണ്. ഡെഫിനറ്റ്ലി എൻ്റെ ബേസിക് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഒരു കമ്പോസേഴ്സ് ഉണ്ടാവും, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ടാവും. എനിക്ക് എൻ്റെ ജോലി എപ്പോഴും ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഒരാളുടെ ജോലിയായിട്ട് ഞാൻ ഏകദേശം ഒരു 10-14 വർഷം യാത്ര ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് പടമൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജോലിയാണ്, മെയിൻ ജോലിയാണ്. ഓർക്കസ്ട്രേഷൻ നമ്മൾ ഒരുപാട് പേർക്ക് വേണ്ടി അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം കിഴക്കൂക്ക് എന്ന് പറഞ്ഞ പാട്ട് ചെയ്യുമ്പോഴും ഞാൻ ആ പാട്ടിൽ ഒരു ഭ്രാന്താണ് ആക്ച്വലി. ആ സമയത്ത് ഒരു ഭ്രാന്താണ്. ആ സമയത്ത് നമുക്കൊരു ക്രാക്കി മെൻറ്റാലിറ്റിയാണ്. ഒരു സംതിങ് ഡിഫറെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ത്വര ഉള്ളിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം അതിൻ്റെ ബേസ് ഗിറ്റാർ ആയിക്കോട്ടെ, അൺപ്രഡിക്റ്റബിൾ ബേസ് ഗിറ്റാർ പാറ്റേൺസ് ഉണ്ട് അതിൽ. എല്ലാം കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അന്ന് അങ്ങനെ ഒരു സംഭവം അന്നങ്ങനെ വന്നിട്ടില്ല, ഇന്നും ഞാൻ കേട്ടിട്ടില്ല. പലപ്പോഴും അങ്ങനെ ഒരു പലതും ചെയ്യാനുള്ളൊരു ധൈര്യം അത് ഇപ്പോഴും നമ്മൾ ഇത് വർക്കാവുമോ എന്നൊരു ചിന്തയില്ല. ഇതാരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ള ശാഠ്യം അത് അന്നും ഇന്നും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ അത് ഏത് ശൈലിയാണ് ശരിക്കും അതിനകത്ത് എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഖവാലി സൂഫി എന്ന് എടുത്തു കഴിയുമ്പം സൂഫി മ്യൂസിക് ആയിക്കോട്ടെ, ഖവാലി സംഗീതം ആയിക്കോട്ടെ, എല്ലാത്തിനും അവർ കൈ തട്ടിക്കൊണ്ട് പാടുന്നത്. അതൊരു പഴയ ശൈലിയാണ്. ഇപ്പം ക്ലാപ്പ് അടിച്ചുകൊണ്ട് പാടുക എന്നുള്ളത് അവരൊരു ഒരാൾ മെയിൻ സിംഗിങ് ചെയ്യുന്ന സമയത്ത് ബാക്കിലൊരു 8 പേരിരുന്ന് അവർ ക്ലാപ്പ് ചെയ്തുകൊണ്ട് പാടുന്ന വെച്ചാൽ അപ്പം അങ്ങനെയാണ് ക്ലാപ്പ് എന്നുള്ളൊരു സംഭവത്തിലോട്ട് വരുന്നത്. അതിപ്പം കണ്ണാളനെ ആയാലും അങ്ങനെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിലെ പാട്ടിലെല്ലാം ഉണ്ട്. ഇതിൽ അതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ബാക്കിംഗ് വാസ് സംതിങ് റിയലി ന്യൂ. കുറച്ചൊരു ഡബ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോമാറ്റ് ഉണ്ട്. കിഴക്ക് പൂക്കും മുറിക്കിനെന്തൊരു ചുകപ്പാണി, ഇരട്ട നെഞ്ചും കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, കുടിക്കും കണ്ണിൽ കനവുമായി തുഴഞ്ഞു വന്നൊരു തോഴൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പം അന്നത്തെ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പം മലയാളികൾ ഒരു പക്ഷേ ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള തവള കരയുന്ന സൗണ്ടൊക്കെയാണ് ഇടുന്നത് എന്നുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഈ പാട്ടിന് ഒരു തബലയും ഡോലക്കും വെച്ചൊരു ഹാർമോണിയം വെച്ച് പാടിയാലും ഇത് ഓക്കെയാണ്. പക്ഷെ അതിൽ ടോട്ടലി ഡിഫറെൻറ്റ് സൗണ്ട് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അതുപോലെ ഡിഫറെൻറ്റ് സൗണ്ട് വരിക മാത്രമല്ല, ശ്രേയാ ഘോഷാൽ അത് ഗംഭീരമായിട്ട് പാടുകയും ചെയ്തു. അത് പാടാൻ വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ ശ്രേയജി പാടാനായിട്ട്. ഒരു 1/2 hour 45 minutes അതിനോട് തീർന്നു പാട്ട്. മെലഡി കഴിഞ്ഞിട്ട് ആ പെരുക്കം ഉണ്ടല്ലോ, ആ പെരുക്കം കഴിഞ്ഞിട്ട് ഇപ്പൊ കൽബിയിലെത്തി എന്ന് പാടുമ്പോൾ കിട്ടേണ്ടവർക്കൊക്കെ ഹൈ കിട്ടുന്നുണ്ട്. എന്നാൽ മെലഡിയുടെ സുഖം അതേപോലെ തന്നെ ഭയങ്കര രസമായിട്ടുള്ള സൗണ്ടിങ് ആണത്. ഞാനും എൻ്റെ എഞ്ചിനീയർ ബാലുവും കൂടിയാണ് ആദ്യം അതിൻ്റെ കൽബിലെത്തി എന്ന് ഒരു ലെയർ പാടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ടെഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു പക്ക ടിഞ്ചില്ല, ഒരു ഖവാലി ടിഞ്ച് കിട്ടുന്നില്ല. ഒരു സാബറി ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെയിലുള്ള ഖവാലി സിംഗേഴ്സ് ഉണ്ട്. അവരെ കൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ പാടിപ്പിച്ചു. ബോംബെ പോയിട്ട് അവരുകൊണ്ട് അത് പാടിപ്പിച്ചു. അത് പാടി അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് അതിനൊരു നോർത്തി ടിഞ്ച് കിട്ടി. അതിൽ മലയാളത്തിൻ്റെ ഉച്ചാരണം അവർക്ക് അത്ര കറക്റ്റ് ആയിരുന്നില്ല, എങ്കിലും ഞാനും ബാലും കൂടെ പാടുന്നുണ്ട് ആ ഒരു ടിഞ്ച് കിട്ടി. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് തിരിച്ച് ചെന്നൈ സ്റ്റുഡിയോ വന്ന് ഞാൻ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ആഗ്രഹമാണ്, ഇതൊരു കറക്റ്റ് ഫോർമാറ്റിലല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കൽബിലെത്തി ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം ഉണ്ട്, കൽബിലെത്തി തന്നെയാണ് പാടുന്നത്, പക്ഷെ എനിക്ക് ആ ഫീൽ കറക്റ്റായിട്ട്. അപ്പോഴാണ് റക്കി ബാലൻ എന്ന് പറഞ്ഞിട്ട് എ ആർ റഹ്മാൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്. റക്കി ബാലൻ ഒരു ബീഹാറിയാണ്, അദ്ദേഹം എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു ആൽബമൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സ്റ്റുഡിയോ വന്നപ്പോൾ ഈ പാട്ട് എൻ്റെ കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഞാൻ റക്കിയപ്പോൾ ഇത്തിരി പാടും കൂടി ചെയ്യും, ഒരു പ്രത്യേക ടോണാണ്. അപ്പോൾ അങ്ങനെ ഷാബറി ബ്രദേഴ്സ് 2 പേര് പാടി, അതിൻ്റെ ഒപ്പം ഞാനും ബാലും കൂടി ചേർന്ന് പാടി. അതിനൊപ്പം റക്കി ബാലൻ എന്ന് പറഞ്ഞൊരു സിംഗറും കൂടി ഇതിൻ്റെ മുകളിൽ പാടിയപ്പോഴാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്ന കൽബിലെത്തി. ആ കൽബിലെത്തിയിൽ അത്ര പണിയെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ പ്രൊണൗൺസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടിഞ്ച് ആയിക്കോട്ടെ, ഒരു ഖവാലിയുടെ ടോൺ ആയിക്കോട്ടെ, ഇത്ര പേര് പാടിയിട്ടുണ്ട് അതിൽ. ഇതൊന്നും ആർക്കും അറിയില്ല, അതിന്റെ ഡയറക്ടർക്ക് പോലും അറിയില്ല. ഇത്ര പേരെ കൊണ്ടാണ് ഈ കൽബിലെത്തിച്ചത്. പക്ഷെ ഞങ്ങളുടെ കൽബിലെത്തി, അതൊരു സന്തോഷം. കൽബിലെത്തിയായിട്ട് എപ്പോഴും, അതെ, കൽബിലെത്തിയായിട്ട് എപ്പോഴും ഉണ്ട്. അതുപോലെ എനിക്ക് നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ എന്ന് പറയുമ്പോൾ
ആ മെലഡിയും നമ്മുടെ ഉള്ളിലെത്തിച്ചു. ഓക്കെ. അപ്പം ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം റഫീഖ് സാറിൻ്റെ വരികൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും അത് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ കാതിലെത്തിച്ചു. ഓക്കെ. ഇത്രയും സൗണ്ടിങ് ബഹളങ്ങളും ഒക്കെയുള്ള ഹൈയൊക്കെ തരുന്ന പാട്ടാണ്. പക്ഷെ അതിനെ മെലഡി ഒട്ടും ചോരാതെ ചെയ്യാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിക്കത് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴും വളരെ കൽപ്പിലെത്തിയിട്ടുള്ള പാട്ടൊരു ഒരു ബെഞ്ച് മാർക്കാണ്. ഉം. അപ്പോൾ അതിനെ വെല്ലത്തക്ക രീതിയിൽ ഒരു പാട്ട് ഒരു സൗണ്ടിങ് ആയിക്കോട്ടെ എന്തായാലും ഞാനും കേട്ടിട്ടില്ല. ഉം. അപ്പം എനിക്കും അതിനപ്പുറത്തോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വന്ന് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു മാജിക്കാണ്. അത് വീണ്ടും ഇപ്പം നമ്മളെ കൊണ്ട് തന്നെ അതിനേക്കാളും നല്ലൊരു പാട്ടുണ്ടാക്കി കൊള്ളാൻ പറ്റുന്ന ഒരു നിർഭാഗ്യം നിയോഗം പോലെ ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിഗ് ബി കിട്ടിയത് കൊണ്ടാണ് ശരിക്കും അൻവർ കിട്ടിയത്. അതെ. ബിഗ് ബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആദ്യ ദിവസങ്ങളിൽ 15 ദിവസം ഈ ബിഗ് ബി ഗ്രിപ്പടിച്ചില്ല. ആ ദിവസങ്ങളിലാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം ചിരിക്കുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ. ബാക്കി ആർക്കും വർക്കൗട്ട് ആയില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ അത് ആവർത്തിച്ച് കണ്ട് അതിൻ്റെ ഓരോ ചെറിയ മ്യൂസിക് ബിറ്റും നമുക്കറിയാം. ഓരോ നടത്തവും ഇല്ലേ, ലാഗ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്ന പക്ഷെ അത് സൗന്ദര്യമായിട്ട് നമ്മൾ കരുതിയതും ഈ ബാക്കിംഗ് ഉണ്ടായിരുന്നു. യോ ബിഗ് ബി, യോ ബിഗ് ബി, അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് അവസാനിച്ചേനെ. പക്ഷെ അത് നമ്മളെ കൊണ്ട് ഏറ്റുപാടിപ്പിച്ചു. ഡയലോഗാണ് ആദ്യം ഹിറ്റായത്. പിന്നെ ഓരോ പീസും നമ്മൾ പറഞ്ഞു. അപ്പം ആദ്യം കിട്ടിയ പടങ്ങളിലൊന്നായതുകൊണ്ട് എത്രത്തോളം സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം അന്ന് സാറിൻ്റെ കൂടെ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഔസേപ്പൻ സാറിനോട് ഔസേപ്പൻ സാറ് പ്രാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഔസേപ്പൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് കൂടെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കൂടും ഞാൻ പോലും ഞാൻ ഔസേപ്പൻ സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ കടലൊക്കെ ചെയ്യുമ്പോഴും അവിടെ തന്നെ ഞാൻ ഒരേ കടലിൽ ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്തിരിക്കും. അതിൻ്റെ ജോലിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അന്നമാണ് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞത്. സോ ഒരേ കടലിൻ്റെ അതിൻ്റെ ബാക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്തിരിക്കും. ബിഗ് ബി എന്ന് പറയുമ്പോൾ എന്താ പറയുക ടോട്ടലി ഒരു ന്യൂ 10 ദിവസമാണ് ആക്ച്വലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് എനിക്ക് കിട്ടിയത് വർക്ക് ചെയ്യാനായിട്ട്. 10 ദിവസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡു ഓർ ഡൈ കണ്ട സിറ്റുവേഷനാണ്. ഐദർ വർക്ക് ആവോ ഇല്ലെന്ന് അറിയില്ല. എക്സാക്ട്ലി 10 ഡേയ്സിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഒരു മിറാക്കിളാണ്. ഒരെണ്ണം സംഭവിക്കേണ്ടിയിരിക്കുന്നു നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് വന്ന് വീഴുന്നൊരു അനുഗ്രഹീതമായിട്ടുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ബിഗ് ബി എന്ന് ഞാൻ തന്നെ ചെയ്തിരിക്കണം എന്ന് എവിടെയോ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ. അതിലിപ്പോൾ പറയുമ്പോൾ അധികം ഡയലോഗുകളൊന്നുമില്ല, പിന്നെ പ്ലെയിനായിട്ട് എടുത്തു പോകുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയെ ശരിക്കും താളം തെറ്റിക്കാൻ പറ്റും. അതിൻ്റെ പാറ്റേണൊക്കെ മാറ്റി ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരു ഫിലിം ടെക്നീഷ്യൻ ആയിരുന്നെങ്കിൽ മാത്രമേ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് ജനങ്ങളോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ്റെ കയ്യിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് കംപ്ലീറ്റ്ലി ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പൾസ്, അതിൻ്റെ കട്ട്സ്, അതിൻ്റെ മേക്കിംഗ്, ക്ലോസപ്പ് ഷോട്ട്സ്, പല പല കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഫിലിം മേക്കറും കൂടി ആയിരിക്കണം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എങ്കിൽ മാത്രം അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഒരുപാട് സിനിമകൾ കണ്ടുള്ള അനുഭവങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും തേടുന്നിടത്താണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോററായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമ തന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ആ പ്രോജക്റ്റിലോട്ട് കയറുന്നത്. അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാട്ടുകളെല്ലാം ചെയ്തിരിക്കുന്ന അൽഫോൺസാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലാസ്റ്റ് മിനിറ്റിലാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പോയി എൻ്റെ കുട്ടൻ നമ്മുടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല തടിച്ചൊരു മനുഷ്യൻ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ആ കട്ടിലിൽ പോയിരുന്നു. ഞാൻ വിവേക് എന്നെ പടം കാണിച്ചിരുന്നു. പടം പാതിയൊക്കെ ഇപ്പോൾ അമൽ എണീറ്റു. അപ്പോൾ ആ അമൽ നേരിതാന്ന് എനിക്കറിയില്ല. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഇതാണ് പടം കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടു. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തു തരില്ലെന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാനതായിട്ട് വണ്ടി കയറി ചെന്നൈയിലോട്ട്. അവിടെ പോയി അടുത്ത ദിവസം തന്നെ വർക്ക് തുടങ്ങി. പിന്നെ അമലിനെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം 1.5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ വന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോയി. ഓക്കെ ഇതൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് പോയി. അതിനുശേഷം പിന്നെ റിലീസ് ചെയ്തിട്ടാണ് കാണുന്നത്. അത്രേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം സംഭവിക്കുന്നതാണ് നമ്മൾ. ഇതൊക്കെ ഒരു മാജിക്കാണ്. പക്ഷേ കട്ടൻ ചായക്ക് ഇത്ര മധുരവും മണവും ഒക്കെ കിട്ടിയതും അതും ഫൈസയും അവൻ്റെ അപ്പൂപ്പനും കൂടെയുള്ള വർത്താനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ മണത്തോടു കൂടി എത്തിച്ചതാണ് ഉസ്താദ് ഹോട്ടലിൽ. ഇൻട്രോ വരുമ്പോൾ തന്നെ ഇപ്പോൾ സുബഹാനല്ല സുബഹാനല്ല അവിടെയൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പണ്ടാരടങ്ങാണെന്ന് അറിയില്ലേ. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് രസമുള്ള ചില ബിറ്റുകളൊക്കെ വരും. നമ്മളാകെ പെട്ടിരിക്കുക ഇതിനകത്ത്. നിങ്ങൾ അറിഞ്ഞില്ല ആസ്വദിച്ച് പണ്ടാരടങ്ങി. അതെ, നിങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഞാൻ പണ്ടാരടങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ ഒരു തലത്തിൽ നിന്നാണ് എൻ്റെ ആ സിനിമയോടുള്ള ആസ്വാദനം തുടങ്ങുന്നത്. അത്രയും ഗംഭീരമായിട്ട് ഞാൻ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അൻവർ റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ഞാൻ കാണുന്നത് ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ പണ്ട്
കീബോർഡും ബാഗൊക്കെ എടുത്ത് പോയി ഹൗസ് സെൻ്റ് അസോസിയേറ്റ് നിൽക്കുന്നു, ഞാൻ കീബോർഡ് വായിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ചെറിയ പയ്യൻ അവിടെ താഹ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, പറക്കും തെളിക്കുക എന്ന് പറഞ്ഞ പടത്തിൻ്റെ സമയത്ത്. അപ്പോൾ അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ട്, വളരെ സ്മാർട്ടായിട്ടൊരു പയ്യൻ, ഞങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ ഒരു പയ്യനാണ് നമ്മുടെ അൻവർ റഷീദ്. അന്ന് ഞങ്ങളൊരു സ്റ്റുഡിയോയിൽ നിന്ന് 2 വാക്ക് സംസാരിച്ച് എന്താണ് വിശേഷം, എവിടെയാണ് നാട് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊച്ചിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉസ്താദ് ഹോട്ടൽ നമ്മുടെ സിനിമ നമുക്ക് ഓർമ്മയില്ല, നമ്മളന്നവിടെ കണ്ടില്ല. ശരിയാണല്ലോ, നിങ്ങളവിടെ നിന്നാ കുഞ്ഞു പോയി നിങ്ങളല്ലേ? ശരി. അന്ന് ഞാനും വളരെ കുഞ്ഞാണ്, ഞങ്ങൾ 17 വയസ്സുള്ളൂ. അതിനുശേഷം ഇങ്ങനൊരു പടമുണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളെ വിശ്വസിച്ച് തരുന്നൊരു പ്രോജക്റ്റാണ്, ഇതൊന്ന് പൊലിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ടെക്നീഷ്യനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഡയറക്ടർ. ഞാനൊന്നും വിശ്വസിക്കുന്നു, ഒരു ടെക്നീഷ്യനെ വിശ്വസിക്കണം. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്, ആ ഒരു വിശ്വാസം എനിക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തരുന്നത്. അത് തരുമ്പം അൻവറിൻ്റെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെന്നൈയിലൊരു സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് തരുന്നത്, രാജുമേൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്, പ്രവീണാണ് എഡിറ്റ് ചെയ്തത്. എൻ്റെ തരുമ്പോൾ ഭായിനെ വിശ്വസിച്ച് അങ്ങ് തരുവാണ് തോന്നുന്നു. അതായത് ഇതാണ് എക്സ്പ്രഷൻ, ഭായിനെ വിശ്വസിച്ച് ഞാൻ തരുവാണ് കേട്ടോ, ഇത് ഒന്ന് പൊലിപ്പിച്ചാൽ തേക്കണം എന്നുള്ളത് വലിയ കാര്യമായിട്ട്. ഞാനിത് കയ്യിലെടുത്ത്, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഇരുന്ന സിനിമ കാണുന്ന സമയത്ത് ഫൈസി മധുരയിൽ നിന്ന് തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു മൊമെൻറ്റിൽ ഈ റിയലൈസേഷൻ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അവിടെ ഒരു വോയിസ് ഓവർ ഉണ്ട് തിലകഞ്ചേൻ്റെ. അപ്പോൾ അത് കേട്ട് ഞാൻ എൻ്റെ കണ്ണീന്ന് വെള്ളം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഹിറ്റാവില്ല എന്നൊന്നും അറിയില്ല, പക്ഷേ ഇതെന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഫീലിങ്സ് വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് അങ്ങനെ നേരെ പോകുന്ന സ്റ്റുഡിയോയിലോട്ടാണ്, പ്ലഗ് ചെയ്യുന്നു, ആ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നു, ഈ വിഷ്വൽസ് എല്ലാവരോട്ട് കോപ്പി ചെയ്യുന്നു, സെഷൻ ഓപ്പൺ ചെയ്യുന്നു, തുടങ്ങി പരിപാടി. അന്നങ്ങ് തുടങ്ങി, പറഞ്ഞ വാക്ക് കേട്ടങ്ങ് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ തുടക്കം ഒരു 17 ദിവസം എല്ലാ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് ഞാൻ പിന്നെ ഒരു ജേണി ഭയങ്കര രസമായിരുന്നു. ആ ചെയ്തുകൊണ്ടിരുന്ന സമയം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ലൈഫിൽ ഇന്നും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു സെഷനായിരുന്നു ഉസ്താദ് ഹോട്ടൽ. അതിലൊരുപാട് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഫൈസി പിസയും പൊറോട്ടയും കൂടി മിക്സ് ചെയ്തിട്ട്, അപ്പം പൊറോട്ട നമ്മുടെ നാടൻ, അപ്പോൾ അതിന് ചെണ്ട ഉപയോഗിക്കാം, മറ്റേത് സ്പാനിഷ് മ്യൂസിക് ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിപ്പോൾ റീലിലൊക്കെ ഒരുപാട് ഹിറ്റായി വരുന്നുണ്ട്. മരുഭൂമിയിൽ മഴ പെയ്യുന്നു കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുള്ള തെലുങ്കിൻ്റെ ഡയലോഗിൽ അത് ഒരു സാരെങ്കിൽ വായിപ്പിച്ചു. സരോജ മാമാണ് വായിച്ചിരിക്കുന്നത്, ചെന്നൈയിലുള്ള. അവരത് വായിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പീസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിന് ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വായിച്ച് ആ പീസാണ് പിന്നീട് എൻ ടൈറ്റിലോട്ടൊരു പാട്ടാക്കി ഞാൻ മാറ്റിയത്. അവിടെ മരുഭൂമിയിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ വൈസി എന്ന് വായിക്കുന്നിടത്ത് ഈ മ്യൂസിക് എനിക്ക് ആദ്യം വന്നു. ആ മ്യൂസിക് ഈ മരുഭൂമിയിലുള്ള മഴ കണ്ടിട്ടുള്ള ആ മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലും അതേ ട്യൂൺ തന്നെയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ഒരു മ്യൂസിക്കൽ സ്ക്രിപ്റ്റ് വൈസ് അതിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ആസ്വദിച്ച് ചെയ്തൊരു സിനിമയുള്ളൊരു സിനിമയാണ് ഉസ്താദ്. ശരിക്കും മ്യൂസിക് ഡയറക്ടർ തന്നെയായിരുന്നു അല്ലേ അതിനകത്ത്? അതെ, ഞാൻ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. ചിലരെന്നെ ഡയറക്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് മാത്രം. അതേ ഉള്ളൂ, കുഴപ്പമില്ല. കട്ടൻ ചായയുടെ സീന് കഴിഞ്ഞിട്ട് വരുന്നൊരു പാട്ടെന്ന് പറയുന്നത് വാതിലിൽ ആ വാതിൽ, ഹരിചരൻ്റെ വോയിസിൽ നമ്മൾ അവിടെ ആസ്വദിക്കുന്നത് റൊമാൻസ് ആണ്. അതും തിലകൻ ചേട്ടൻ്റെ ഒരു റൊമാൻസ് നമ്മൾ അങ്ങനെ ആസ്വദിച്ചിട്ടില്ല ഒരിക്കലും. പലതരത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ചെറുപ്പം കാണിക്കുന്നു. എന്നിട്ട് ഈ പാട്ട് ചേരുമ്പോഴല്ലോ നമ്മൾ പിന്നീട് ആവർത്തിച്ച് ഈ പാട്ട് കേൾക്കുമ്പോഴും ആ വിഷ്വലൈസേഷൻ കൂടെ നമ്മുടെ തലയ്ക്കകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ വോയിസ് തന്നെ അവിടെ ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് ആലോചിപ്പിക്കുന്നില്ലേ? അതാണ് അതിൻ്റെ മാജിക് എന്നാണ്. യൂഷ്വലി അന്നത്തെ കാലത്തുള്ളൊരു സിംഗേഴ്സിൻ്റെ ഒരു കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഞാൻ കോഴിക്കോട് ഇരുന്നിട്ട് തന്നെ കമ്പോസ് ചെയ്യുന്നത്. കോഴിക്കോട് ആ ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പം റഫിക്കൊക്കെ നെഞ്ചും ട്യൂൺ കൊടുക്കുന്നു, റഫിക്ക് എഴുതും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും എൻ്റെ സൗണ്ട് ഒരു യൂഷ്വൽ സൗണ്ട് ആയിരിക്കരുത്. എന്തെങ്കിലും എന്നെക്കൊണ്ട് പലതും പുതിയത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഒരു യൂഷ്വൽ ടോണിൽ അത് വരരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഹരിചരൻ്റെ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം മലയാളം ശുദ്ധിയോടെ പാടുമെന്നൊന്നും അറിയില്ല, പ്രൊണൗൺസിയേഷനൊക്കെ പ്രശ്നമൊന്നും എനിക്കറിയില്ല. പക്ഷെ ശരി എന്നൊരു ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ എൻ്റെ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തു. ദാറ്റ് വാസ് എ മൊമെൻറ്റ്.
അദ്ദേഹത്തിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇപ്പോഴും പറയും അത് പെർഫെക്റ്റ് മലയാളമല്ല. അല്ല, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി ആയിട്ട് വന്നത്. എങ്കിൽ പറയുന്ന ഭാഷയെല്ലാം മനസ്സിലാവും. അതെ. പക്ഷെ അതിലെന്തോ ഒരു നോർത്തി ടിഞ്ച് കിടക്കുന്ന പോലെ തോന്നി. ഇപ്പോൾ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ പാതിയിൽ പാടാത്തൊരാ തേനൂറിടും ഡൂ ഡൂ ഇഷലായി എന്നാ പാടിയത്. മലയാളിയാണെങ്കിലും ഊറിടും ഇഷലായി ഞാൻ എന്ന് പാടും. അപ്പോൾ ഊറിടും ഇഷലായി ഞാൻ ആ ഒരു മലയാളിയായിട്ട് ജനിച്ച ഒരാൾ ഒരുപാട് കാലം നോർത്തിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മലയാളം കേൾക്കാൻ പറ്റും. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഉപ്പുപ്പ ഇവിടെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഉപ്പൂപ്പൻ്റെ ടിഞ്ചിലൊരു പാട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ശൈലി ഇരിക്കട്ടെ, അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു വോയിസിലോട്ട് എത്താനുള്ള കാരണം. ചെഞ്ചുണ്ടിൽ 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 ചേരും എന്നുള്ളത് വോയിസസ് കുറച്ച് കളക്റ്റീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫീല് വീണ്ടും നമ്മൾ ആ കോറസിന്റെ സുഖം ഇല്ലേ, അത് നല്ല സൗണ്ടിങ്ങും കൂടെ ആണെങ്കിലും. അത് ഞാനും ബാലുവും കോറസ് പാടിക്കണേ. ബാലു എന്നുള്ള എൻ്റെ എഞ്ചിനീയർ ഉണ്ട്, പാട്ടും പാടും. ഞാനും ബാലും കൂടെ ചെഞ്ചുണ്ടിൽ പാടിയിരിക്കുന്നത്. പിന്നെ ഹരിചനും ഒരു ലെയർ പാടിയിട്ടുണ്ട്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി അന്ന് ഇത് വിവാദമായിട്ടുണ്ടെങ്കിലും പിന്നീട് ഇത് ഭയങ്കര ഹിറ്റായി വന്നു. ഈ പാട്ടുകൾ ഒക്കെ വേറൊരു ജോണർ നിൽക്കുമ്പോൾ അതൊരു അടിച്ചുപൊളി പാട്ടായിട്ട് അങ്ങ് കയറി പോവാണ് ഉണ്ടായത്. ഒരുപക്ഷെ റഫീഖ് അഹമ്മദ് സാറിനെ കിട്ടിയത് ആ കാലഘട്ടത്തിലെ ഗോപിസുന്ദറിന്റെ ഒരു ഭാഗ്യമല്ലേ? അയ്യോ, റഫീഖ് ഇങ്ങനെ കിട്ടിയത് എന്തൊക്കെ പറഞ്ഞാൽ അത് എൻ്റെ ഭാഗ്യമൊന്നുമില്ല, എന്നെ പോലുള്ള ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ ഭാഗ്യമാണ്. മ്യൂസീഷ്യൻസിൻ്റെ മാത്രമല്ല, ഒരുപാട് കവിതകൾ ആസ്വദിക്കുന്നവരുടെ ഭാഗ്യമാണ്. ഓരോ കലാകാരനും ഓരോരോ കാലഘട്ടത്തിൻ്റെ ആസ്വാദകരുടെ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ എൻ്റെ മാത്രം ഭാഗ്യമല്ല, അതൊരു കാലഘട്ടത്തിൻ്റെ ഭാഗ്യമാണ്. അപ്പങ്ങളും പാടുന്ന പാട്ട് റഫീഖ എഴുതുമ്പോൾ ട്യൂൺ ഇല്ല. അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായി എത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കി കഞ്ഞി വെച്ച് ഞാൻ പറഞ്ഞു റഫീഖൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി തരാൻ പറഞ്ഞു. ശരിക്കും വട്ടായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന പാട്ടാണ്. ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും എനിക്ക് വട്ട് തന്നെയാണ് ആ സമയത്ത്. ശരിക്കും കമ്പോസിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വട്ട് ഉണ്ടാവും നമുക്ക് ഓട്ടോമാറ്റിക്കലി. നമ്മളാവില്ല പറയുന്നത് കലാകാരൻ്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ തോന്നുന്ന ഒരു സമയത്ത് ഞാൻ റഫീഖയോട് തോന്നുന്നു. റഫീഖ് ഇപ്പോൾ നാട്ടിലാണ്, ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി തന്നു. അപ്പങ്ങളെമ്പാടുന്ന ഒരു പഴയൊരു പാട്ടാണിത് ആക്ച്വലി. അപ്പങ്ങളെമ്പാടും ഞുട്ടമായി എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ അൻവർ എന്നോട് പറഞ്ഞത് ഇത് പക്ക ഒരു ട്രാൻസ് DJ മൂഡിൽ നമുക്കൊരു പാട്ടാക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആക്കാം. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്തമായിരുന്ന വെപ്പ് പണി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് എന്നാൽ പിന്നെ എങ്ങനെ പോട്ടെന്ന്. അങ്ങനെ ഞാനൊരു ഷർട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് പുതിയൊരു ഷർട്ട് വാങ്ങിക്കാനായിട്ട് തുണിക്കട കയറി ഞാൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ ലിറിക്സ് എൻ്റെ മനസ്സിൽ കിടക്കണം. അപ്പങ്ങളെമ്പാട് ഞാൻ അങ്ങനെ ഷർട്ട് പുതിയ ട്രൈ ചെയ്യുമ്പോൾ എന്നിട്ട് ഞാൻ ഇത് കൊള്ളാമല്ലോ എന്നുണ്ട്. അപ്പം തന്നെ ആ ഡ്രസ്സിങ് റൂമിൽ പാതി ഷർട്ടും വെച്ചിട്ട് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതോടെ ഇട്ടു. അടുത്ത ദിവസം പോയി റെക്കോർഡിങ്. പിന്നെ അതിൻ്റെ ചരണം വരുന്ന സ്ഥലത്ത് കഞ്ഞി വെച്ച് പുട്ടുകുത്തി ഒക്കെ റഫീഖ് വെറുതെ എഴുതി വിട്ടുന്ന ശകലങ്ങളാണ്. കഞ്ഞി വെച്ച് പുട്ടുകുത്തി അമ്മായിക്ക് വട്ടായിപ്പോയി അടിയടി കത്തി ഇതൊക്കെ വെറുതെ ഇങ്ങനെ ശകലമായിട്ട് എഴുതി തന്നതാണ്. ഇതെല്ലാം കൂടി ഞാൻ എഡിറ്റ് ചെയ്തങ്ങ് ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് BGM വേണമെന്ന് തോന്നി. ഇപ്പൊക്കെ റോക്ക് ബാൻഡ് പ്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയലിൻ സെക്ഷൻ ഒരു സോളോ വയലിൻ, അന്ന് യെല്ലോ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡുണ്ട്. അവർ ഇങ്ങനെ സോളോ വയലിൻ വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, നമ്മുടെ കർണാട്ടിക് മ്യൂസിക് വെച്ചിട്ട് നമുക്ക് ഈ റോക്കിൽ ഉപയോഗിച്ച് ഒരു BGM ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു BGM. സോ അതൊരു ഫൺ ആൻഡ്. അപ്പം ഗണേഷ് ആണ് അത് വായിച്ചിരിക്കുന്നത്. എല്ലാം ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രൊഡക്ഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും എൻ്റെ കൂടെ വർക്കുന്ന എല്ലാം നല്ല ബെസ്റ്റ് ആർട്ടിസ്റ്റ്. അന്നും ഒരു ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിലും കയ്യിൽ നിന്ന് എടുത്തിട്ടായാലും ഏറ്റവും ബെസ്റ്റ് ആർട്ടിസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക. ചില പീസസ് ഉപയോഗിക്കുന്നത് ഭയങ്കര രസമാണ്. ഈ ഗീതാ ഗോവിന്ദത്തിൽ ഫസ്റ്റില് വീണ ഉപയോഗിച്ചിട്ട് ചെറിയൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അത്രയും നിൽക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു. വീണ കഴിഞ്ഞിട്ട് വരുന്നത് ശ്രുതിന്റെ എന്താ പറയാ, എന്ത് വോയിസ് ആണ് നമുക്ക് ഇതുവരെയും ഡിഫൈൻ ചെയ്യാത്ത ഒരു വോയിസ് ആണ് വരുന്നത്.
അതൊക്കെ ഇത്രയും മാജിക്കലായിട്ട് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ. അത് ഒരുപക്ഷെ ഗോപിക്ക് എളുപ്പമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കത് ചിന്തിച്ചെത്താൻ പറ്റില്ല. എനിക്കും ചിന്തിച്ചെത്താൻ ആ. പറ്റില്ല. ഞാനും ഈ ക്രിയേഷൻ നടക്കുമ്പോൾ ഞാനും ഒരു ഔട്ട്സൈഡറാണ് ആക്ച്വലി. ഉം. ഞാനത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു മീഡിയേറ്ററാണ്. ഉം. ആരുടെയോ ഒരു മീഡിയേറ്റർ. ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മുടെ പിന്നിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് എന്നോട് നമുക്ക് ഫീൽ ചെയ്യും. ഉം. അതെനിക്ക് തോന്നാറുണ്ട്. ഉം. ഉം. ഈ മറ്റേ പ്രേതവാദ കൂടി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തോ ഒരു ഉള്ളിലൊരു ഇൻസ്റ്റിങ്ക്റ്റ് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ ഉൾവിളി എന്ന് പറയുന്ന സാധനം. ഞാനത് ഫോളോ യുവർ ഹാർട്ട്. ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ്. എൻ്റെ മനസ്സെന്താ തോന്നുന്നത് അത് വൃത്തിക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിന് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്ന ആലോചിക്കില്ല. മനസ്സിൽ എന്താ തോന്നുന്നത് അത് ഫോളോ ചെയ്യുന്നു. മ്യൂസിക്കിലായാലും എന്തിലായാലും. അത് ഫസ്റ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ ആ. അത് ഒന്ന് ഒന്ന് അത് ആനന്ദ രാഗത്തിലത് വരിക. അപ്പോൾ അത് അങ്ങനെ ഒരു തുടക്കം വന്നു. അതിൻ്റെ ട്യൂൺ ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അതിൻ്റെ ഫുൾ കമ്പോസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആ, ആ. 4 ദിവസം കൊണ്ട് അതിൽ എല്ലാ പാട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതടിപൊളിയാ. തെലുങ്കിലൊക്കെ ഒരു പടം കമ്പോസിങ് തുടങ്ങിയ 2 മാസമൊക്കെ എടുക്കും തീരാനായിട്ട്. ഞാനിവിടെ 2 മാസം 4 പടം ചെയ്യായിരുന്നു. ഇൻകെ പാടാൻ പറ്റുമോ? പാടാൻ എനിക്കെങ്ങനെ ലിറിക്സ് എനിക്ക് ആ. ఇంకేవలే చాలే ఇది చాలే నీకే నువ్వే వచ్చి వలవే ఇకపై తిరనాളే గుండెల్లోన వేగం పెంచావే സെറ്റുകളുണ്ടാവും ലിറിക്സിൽ. പക്ഷെ ഇങ്ങനെയാണ് എൻ്റെ ഭയങ്കര രസമുള്ളതായിരുന്നു അത്. ഭയങ്കര ഹിറ്റായി. അതൊരു ഇന്റർനാഷണൽ ഹിറ്റിലോട്ട് പോയത്. അത് ചെയ്യുമ്പോൾ ഒന്നും ഞങ്ങൾ പ്രതീക്ഷയില്ല കേട്ടോ. ഡയറക്ടറോട് ചോദിച്ചു ഈ സിറ്റുവേഷൻ എങ്ങനെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടറിനോട് പറഞ്ഞു, പരശുരാം എന്ന ഡയറക്ടറിൻ്റെ പേര്, ഗോപി ഈ ഒരു സിറ്റുവേഷൻ മലയാളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു കർണാട്ടിക് ബേസിലുള്ളൊരു മെലഡിയൊക്കെ കൊടുക്കുമായിരിക്കും. മലയാളത്തിൽ പൊതുവെ കർണാട്ടിക ഭയങ്കര ഇഷ്ടം. നമുക്ക് അത് തന്നെ പിടിക്കാം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്യൂൺ കൊടുത്തു. ഇത് മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പുള്ളിക്കോലും അറിയില്ല എത്ര വലിയ ഹിറ്റായി മാറുന്നു. എനിക്ക് തരുന്ന ഫ്രീഡം അല്ലെ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോട് ഒരു മിസ് ആയിട്ടില്ല. വിജനതയിൽ പാതി വഴി തീരുന്നു. അത് ആ പാട്ട് നമ്മൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ലിറിക്സിന്റെ ബ്യൂട്ടി നോക്കുന്നുണ്ട്. വിജനതയിൽ നമ്മൾ സങ്കല്പിക്കുന്നു, അത് പാതി വഴി തീർന്നു പോകുന്നു, ആ പാത എവിടെയോ മങ്ങിപ്പോകുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അത് തേടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ ചരണത്തിന് മുമ്പ് ഒരു ഇൻസ്പിറേഷണൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ചെറിയ ബിറ്റ്, ആ ബിറ്റ് വരെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓർക്കണുണ്ടോ അത്? ആ ബിറ്റ്സ് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. എന്റെ കുഞ്ഞിന്റെ കൈയും കാലം എങ്ങനെ ഇരിക്കുന്നത് എന്നോട് വെച്ചോലെ അത് വയലൻസ് ആണ്. അതെ അതെ അത് അങ്ങനെയാണ് ഇത് കേൾക്കുന്നത്. സ്ട്രിങ്സ് ആണ്, വയലൻസ് സെക്ഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഓ, ലേമാൻസിന് അറിയാൻ പറ്റില്ല, നിങ്ങൾ മ്യൂസീഷ്യൻസിന് അറിയാൻ. അറിയുന്നത് ഫീൽ ചെയ്യുന്നുള്ള. അതെ, നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതിൽ ഒന്നും അർത്ഥമില്ല. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തോണ്ട് കാര്യമില്ല. ലേമാൻ അത് ഫീൽ ചെയ്യണല്ലോ. അപ്പൊ ഫീൽ ചെയ്തെന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ആ പാട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എനിക്കൊരു പ്രഷർ ഉണ്ടായിരുന്നത്, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മഞ്ജു വാര്യറിന്റെ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള റീ എൻട്രിയാണ്. ആളുകൾ ആ ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പോകുന്ന ആദ്യത്തെ ഒരു സോങ് ആണത്. എൻ്റെ കയ്യിലുള്ള റെസ്പോൺസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പാട്ടിൽ ഒരു നൊമ്പരം വേണം, ഉയർത്തെഴുന്നേൽപ്പ് ഫീൽ ചെയ്യണം, എനർജി ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ബ്രീഫിംഗ് ഉണ്ട്. ഈ ഒരു പാട്ടിൻ്റെ ആവശ്യകത. ആളുകളും വീട്ടമ്മമാരും കാത്തിരിക്കുന്നു മഞ്ജു വാര്യറിനെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സ്ക്രീനിൽ കാണുന്നു. ഈ പാട്ടിലൂടെയാണ് ആളുകൾ വീണ്ടും റീ എൻട്രി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആക്ച്വലി. ഈ പാട്ട് അത്രയും ഗംഭീരമായിട്ട് വരണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. എനിക്കാണെങ്കിൽ ആ സമയത്ത് നിന്ന് തിരിയാൻ സമയമില്ലാതെ 4-5 പ്രോജക്ട്സ് ഒരേ സമയം പോയിക്കൊണ്ടിരിക്കും. അതിനിടയിലാണ് ഇങ്ങനൊരു വെല്ലുവിളിയോട് വരുന്നത്. ഒരു പാട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റും, പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആ കഥാസന്ദർഭത്തിന് ഒത്തുപോവുകയും വേണം. ഔട്ട്സൈഡ് ദ മൂവി മഞ്ജു വാര്യർ ആദ്യമായിട്ട് കാണുകയാണ്. അതിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ചിരുന്ന മഞ്ജു വാര്യർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് വീട്ടമ്മമാരായിക്കോട്ടെ, ഒരുപാട് ഫാമിലിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കാണുന്നു. അതിനെപ്പോഴും ഒരു വുമൺ പഞ്ച് അല്ലെങ്കിൽ വുമൺ ഫീൽ, ഒരു വുമൺ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നേരെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിലോട്ട് കയറി ചെല്ലുന്നു. മാനേജർ അവിടെ എൻ്റെ ലാപ്ടോപ്പ് സെറ്റപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സുമേഷ് എൻ്റെ ഗിറ്റാറിസ്റ്റ് അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ഏതൊരു കമ്പോസിങ് കഴിഞ്ഞു, അതേതൊരു ഇടിപ്പൊളി ഭയങ്കര ഫാസ്റ്റ് നമ്പർ ഏതൊരു ഇടിപ്പൊളി പടമാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് സംവെയർ ഇൻ
മേനക ജംഗ്ഷനിലുള്ള ഇതൊരു അവിടുന്ന് ഒരു ഫ്ലാറ്റിൽ നിന്ന് ഞാൻ നേരെ വന്ന് വൈറ്റ് ഫോർട്ടിലോട്ട് വന്ന് കയറുന്ന റോഷനായിട്ട് വിളിക്കുന്നു, എന്തായി പാട്ട് എന്തായി? ഞാൻ ഇപ്പോൾ വിളിക്കാം. അതായത് അദ്ദേഹത്തിനാണ് ഞാൻ നുണ പറഞ്ഞു വെച്ചിരിക്കുന്നത്, രാവിലെ തുടങ്ങി കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ പാട്ട് എന്തായിരുന്നു, ഞാൻ ഇപ്പോൾ വിളിക്കാം വെച്ച് അത് അപ്പോൾ ആ പ്രഷറിൽ കമ്പോസ് ചെയ്തു. ആ പ്രഷറിലായിരിക്കും അതുണ്ടായത്. അപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഈ ട്യൂൺ ഫോണിൽ കൂടിയാണ് കേൾപ്പിക്കുന്നത്. തരരിരിരി, 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 തീരി, തീരി, തിരി, തീ, തീരിരിരിരി, തീരി, 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 തീ. ബൈ, ഇത് മതി, ഇത് പൊളിച്ചു, ഇത് നല്ല ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുവെച്ചാൽ. അപ്പം ഞാൻ ആലോചിച്ചു, ശരിക്കും ഞാൻ വെറുതെ പാടിയതാ, ഇത് മതി, ഓക്കെ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇപ്പോൾ വെച്ചു. ഹാഫ് ആൻ അവറിൽ ഞാൻ കംപ്ലീറ്റ് സോങ് സെറ്റ് ചെയ്തു. അതിൻ്റെ കമ്പോസിഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം. തിരി തിരി തരരിരി. ആ വരികൾ ശ്രദ്ധിക്കണം. ആ ട്യൂൺ കേട്ട് കഴിയുമ്പോൾ ആ ട്യൂണിലുള്ളൊരു ഭാവമുണ്ട്. തിരി തിരി എന്ന് പറയുമ്പം എവിടെയോ തുടങ്ങി ഇനി എങ്ങോട്ട് പോകുന്ന അറിയാത്ത ഒരു ഫീലാണ് അതിലുള്ള. വിജനതയിൽ പാതി വഴി തീരും ചുരിമണലിൽ വീണുവീലാറും ആഴമറിയാ. ആ ഞാൻ താരരിരി എന്ന് താഴത്തോട്ട് പോകുമ്പോൾ, ആ താഴത്തോട്ട് പോകുന്ന മ്യൂസിക് താഴത്തോട്ട് പോകുമ്പോൾ അതിനൊരു ആഴം ഉണ്ടാവണമെന്ന് ജഫ്രിക്ക് തോന്നി. ആഴമറിയാ സാഗരങ്ങൾ താര താര, വീണെടുത്തുനിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥ. സാഗരങ്ങൾ താര താര മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ആഴത്തിലോട്ട് പോയ സാധനം മുകളിലോട്ട് വരണമെങ്കിൽ നീന്തിയേ കയറാൻ പറ്റൂ. സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയാ കൂരിരുളിലേകയായൊരോളമാകയോ പുലരികളെ ഇതുവഴിയേ. പിന്നെ ഒരു ഫീമെയിലിൻ്റെ റേഞ്ച് ഒരു ലോ റേഞ്ച് തൊട്ട് മിഡ് റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് വരെ എല്ലാ റേഞ്ചസും കവർ ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇത് ആര് പാടി നന്നാവും നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള 3 സ്ഥായിൽ എല്ലാ രീതിയിലും എല്ലാ റേഞ്ചിലും ഒരേ തിക്നെസ് കിട്ടുന്ന ഒരു ഗായിക എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ആ സമയത്ത് ശ്രേയ ഘോഷാൽ മാത്രമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ. അങ്ങനെ ശ്രേയാജി എടുത്ത് പോകുന്നു, അവിടെ ബോംബെയിൽ പോകുന്നു, റെക്കോർഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. രാജു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടിയൊരു പാട്ടാണ്, ഗംഭീരമായിട്ട് പാടും. ആ സിനിമയ്ക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷണൽ സോങ് ആണ്. ആ ഒരു സ്ത്രീകളുടെ ഒരു പാട്ട്, അത് വീണ് കിടക്കും. പലരും എന്നെ വിളിച്ച് പറയാറുണ്ടെങ്കിൽ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത്, ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പാട്ട് പ്രാവശ്യം കേട്ടാൽ ഒന്നും സംഭവിച്ചിട്ടുള്ള ഉയർത്തെഴുന്നേൽക്കാം, വീണ്ടും നമുക്കൊന്നും പറ്റില്ല, ലെറ്റ്സ് കോൺകർ ദ വേൾഡ് എന്നുള്ളൊരു ഫീല് കിട്ടുന്ന പാട്ടാണെന്ന് ഒരുപാട് സ്ത്രീകൾ എന്നോട് വിളിച്ച് പറഞ്ഞു. ആ ഫീല് കറക്റ്റായിട്ട് കൊണ്ടുവന്നത് ഉണ്ടാവേണ്ടിയിരുന്നു. താങ്ക് യു, താങ്ക് ഗോഡ്. ബാംഗ്ലൂർ ഡേയ്സിനെ കുറിച്ച് ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ട്രോളല്ല, നമ്മുടെ പാട്ടിനെ കുറിച്ച് പറയുന്ന ദിവാകൃഷ്ണ ഒരു സംഗതി ചെയ്തിട്ട്, തുടക്കം മാംഗല്യം തന്തുനാനെ പിന്നെ ജീവിതം എന്നുള്ളതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ആണോ പിമ്പ് ആണോ എന്നുള്ളത് സംശയം വന്നിട്ട് പിമ്പ് എന്ന് കേൾപ്പിച്ചു. പിന്നെ ജീവിതമെന്നല്ല, പിൻപ് ജീവിതമെന്നല്ല. അപ്പൊ പിമ്പ് ജീവിതമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞെട്ടല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത്രയും കാലം നമ്മൾ കേട്ട്. ഇപ്പൊ സന്തോഷ് ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് ഈ പാട്ടിനെ കുറിച്ച്, അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഓർത്തു. അപ്പോഴാണ് കമന്റ് ബോക്സിൽ കയറി നോക്കിയാൽ മനസ്സിലാവുന്ന പറഞ്ഞാൽ കമന്റ് ബോക്സിൽ തെരുവിളിയാ, തമിഴ് പാട്ടിനെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നീ ഇത് ചെയ്യുന്നോളാം. അതെ അതെ അതെ. പിന്നെ ആ പാട്ട് ഇറങ്ങുന്ന സമയത്ത് തന്തുനാനേന തുംതനാനേന, അപ്പം ഇതിനൊരു അർത്ഥം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, തുടക്കം മാംഗല്യം രസകരമാണ്, അതാണ് തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. എങ്ങനെയാണ് എടുക്കാം, ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ചിലപ്പോൾ ജീവിതം കൊഞ്ഞാട്ടായി പോകുന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആ രണ്ടർത്ഥവും നമ്മൾ വായിച്ചു എന്നുള്ളതാണ്. സന്തോഷേട്ടൻ ഇത് എഴുതുന്ന സമയത്ത് ഇത് എങ്ങനെയാ വന്നത് സംഭവം? ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് സന്തോഷേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുക, നാളെ രാവിലെ ഷൂട്ടാ. അതാണ് എൻ്റെ അവസ്ഥ. അത്ര ബ്രിം സ്റ്റേജിലാണ്. അപ്പം അതിന് ലിറിക്സിസ്റ്റിന് ട്യൂൺ റെഡി ഞാൻ കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സന്തോഷേട്ടൻ എഴുതാൻ സമയം, സന്തോഷേട്ടൻ ഞാൻ വരാൻ പറഞ്ഞു. സന്തോഷേട്ടനുണ്ട്, അഞ്ജലിമേനുണ്ട്, എല്ലാവരുണ്ട്. ആദ്യം പച്ചക്കറിക്കൊരു കൂട്, പച്ചക്കറിൻ്റെ ട്യൂണൊക്കെ സെറ്റ് ചെയ്ത് പുള്ളി എഴുതി. ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയുടെ അവിടെ പോയി നിൽക്കുന്നു, സന്തോഷേട്ടൻ ഇവിടെ ഇരുന്ന് എഴുതുന്നു. ബാൽക്കണിയുടെ അവിടെ പോയി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ അങ്ങനെ നോക്കി. ഞാനാണ് പറഞ്ഞത്, തുടക്കം തന്തു ഞാനേന, തുടക്കം മാംഗല്യം തന്തു ഞാനേന, ഇങ്ങനെ എഴുതിയ എങ്ങനെയുണ്ടാവും ചേട്ടാ? ആ പിന്നെ ജീവിതം തന്നു ഞാനേന. അപ്പം ഞാൻ എന്ത്
അല്ല പിന്നെ ജീവിതം തുന്തനാണ്. ആ ഇത് കൊള്ളാലോ, ഇങ്ങനെ ഉണ്ടാവുന്നത്. സന്തോഷം മീറ്ററിൽ പിടിച്ച് ഭയങ്കര റിസൾട്ട് ചെയ്തു. ഉം. ഞാൻ പാടുവെങ്കിൽ കറക്റ്റായിരുന്നു. ഉം. അപ്പം അഞ്ജലി അവിടെ ഉണ്ട്. അപ്പം അഞ്ജലി പറഞ്ഞിങ്ങനെ അത് വർക്കാവോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത് വർക്കാവും. അതായത് ഒരു പ്രശ്നമുണ്ട് അതിന്, ആ അത് ഡെഫിനറ്റ്ലി പ്രശ്നമാവും. ആ അതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട് ചെയ്യുന്നവരെ മാത്രമേ കല്ലേറ് കൊള്ളത്തുള്ളൂ. അതായത് വിവാദം എന്ന് പറഞ്ഞൊരു സംഭവം എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നാട്ടു നടപ്പിന് ഇപ്പം പണ്ട് ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞപ്പോൾ തലവെട്ടി കളയാൻ പറഞ്ഞ അതെ, അതെ. ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നീ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ആദ്യം കല്ലേറ് വീഴും, പിന്നെ അത് നോർമലാവും. ഉം. അത് ബിഗ് ബി ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ മാത്രമല്ല അതേ പാട്ട് തന്നെ എടുത്തിട്ട് ഇപ്പം നമ്മൾ കൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റുള്ള ഒരു അധികം ഫേമസ് ഒന്നും അല്ലാത്തൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര വിവാദപരമായ ഒരു പാട്ടാവുകയും ഭയങ്കര പ്രശ്നമുള്ള ഇത് കൊള്ളൂല വൃത്തികെട്ട പാട്ടാണെന്ന്. പക്ഷെ അത് വരുന്ന എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മ്യൂസിക്കിനായാലും നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവിടെ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്, നസ്രിയുണ്ട്, നിവിൻ പോളിയുണ്ട്, അങ്ങനെ എല്ലാവരും അതിൻ്റെ കട്ടയ്ക്ക് എല്ലാം ഒരുമിച്ച് നിൽക്കുകയും ആ ഒരു പില്ലേഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങുമ്പോഴാണ് ആ പാട്ട് ജനങ്ങളിലോട്ട് എത്തുന്നത്. ഉം. ചില കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നത്. ഉം. ഒരു പണ്ട് ഒരു അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷെ നെടുമുടി കൊണ്ട് സാർ പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കും ആ അതെ. എന്ന് പറഞ്ഞു അതിനുവേണ്ടി നെടുമുടി സാറിന് ഇടാറുണ്ട് ചിലത് അല്ലേ, തിലകൻ ചേട്ടനൊക്കെ ഇടുമ്പോൾ. ആ ഒരു കാര്യം പറയാനായിട്ട് ഇന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അവതരിപ്പിക്കാൻ ഇത്രയും ഒരു സന്നാഹം തന്നെ വേണ്ടി വന്നു. ഉം. വേറൊരു പാട്ടിൽ വേറൊരു സിനിമയിലാണ് അത് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ എല്ലാവരും കടിച്ചു കീറി തുപ്പിയേനെ. ഉം. ഏതു കരി രാവിലും ഒരു ചെറു കസവ് തുന്നും കിരണമേ. കിരണമേ എന്ന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഹൃദയവാതിലിൻ പഴുതിലൂടെ ഒഴുകി വരൂ എന്ന് പറയുമ്പോൾ നമ്മളിത് കേട്ടു. നമ്മളത് കേൾക്കുന്നതിന് കാരണം റഫീഖ് സാർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിത് കേൾക്കുന്നത് കാരണം നിങ്ങളത് പ്ലേസ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അത് ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യണമെന്നുള്ളത് ഡെഫിനറ്റ്ലി മനസ്സിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അതും വരി കിട്ടിയതിന് ശേഷമാണോ ചെയ്തേക്കുന്നത്? അല്ലല്ല, അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ റഫീഖിക്ക് കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ റഫീഖിക്കാണ് പ്ലേസ് ചെയ്തത് എൻ്റെ ട്യൂണിന്. അത് റഫീഖിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ കലാകാരൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. ഞാൻ ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോൾ അത്ര നാൾ എനിക്ക് ആ ട്യൂണിനോട് വലിയൊരു മതിപ്പൊന്നുമില്ല. അതായത് ഓക്കെ ഒരു നല്ലൊരു ട്യൂൺ, ഈ ഒരു ട്യൂൺ ഭയങ്കര ട്യൂണാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ഒരു നല്ല ട്യൂൺ, ഇനി ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് വേണം ഇതിനൊന്ന് ബലപ്പെടുത്തി നിർത്താൻ. എന്താ വെച്ചാൽ ആ ട്യൂൺ ഒറ്റയ്ക്ക് നിൽക്കണ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ ഞാൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് റഫീഖിക്ക് ലൈൻ എഴുതി അഞ്ജലിന് കൊടുത്തു. അഞ്ജലി രാവിലെ എൻ്റെ അടുത്ത് വന്ന് ഈ വരികൾ എൻ്റെ അടുത്ത് തന്നു. ആ വരികൾ ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്ന വരയ്ക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന 50% ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ട്യൂണാണ്. ഇത് വർക്കാവോ ഇല്ലെന്നൊക്കെ എനിക്ക് തന്നെ സംശയം. അതായത് ഇനിയിപ്പോൾ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് വേണം ഇതിനൊന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക സമയത്ത് ഏത് കരി രാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ. ഇനിയിപ്പോൾ എൻ്റെ മീറ്ററിലൊക്കെയാണോ എഴുതിയിരിക്കണോ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ റഫീഖ് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുക. ഞാൻ പാടാൻ വേണ്ടി ഏതു കരി രാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ. നല്ല രസമുണ്ടായിട്ട് നല്ല കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ റഫീഖിക്ക. ഇപ്രാവശ്യം കറക്റ്റ് മീറ്ററിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അരികിലേ പുതുമന്താര ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം പാടി നോക്കുക. അരികിലേ പുതുമന്താരമായി വിടരു നീ. എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞ ബോംബ് ഔട്ടിക്കൊണ്ടിരിക്കുന്നത് പാടിക്കൊണ്ടിരുന്നത്. ഇറ്റ്സ് ലൈക്ക് മൈ ഗോഡ്, ഈ എൻ്റെ ട്യൂണിന് ഇദ്ദേഹം ജീവനും ആത്മാവും നൽകി. എൻ്റെ ട്യൂണിൽ എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് വന്നു. ഒരു ലിറിക്സിന് ഒരു ട്യൂണിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ആ ഒരു ലിറിസിസ്റ്റ് അല്ലെങ്കിൽ കവി ശരിക്കും എന്താ പറയുക, എൻ്റെ മുന്നിൽ എൻ്റെ ട്യൂണിനെ ജന്മം നൽകി കാണിച്ചു തന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ നമോ വക റഫീഖിക്ക, നമോ വക. ഇന്ന് ഞാൻ നന്ദി പറയുന്നു റഫീഖിക്ക എടുത്ത ആ വരികൾക്ക്. ഇന്ന് നന്ദി പറയുന്നു, ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല. അത്ര ഗംഭീരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ വരികളും നീയാം ആത്മാവിൻ സങ്കല്പമിന്നിങ്ങനെ മിണ്ടാതെ മിണ്ടുന്നതെന്തോ ഓർക്കാതിരുന്നപ്പോൾ എന്നുള്ളിൽ നീ വന്നു ചിരശീലമായ ഓർമ്മ പോകവേ. ഇന്നും വേണ്ട വരികൾ ഓർത്തിരിക്കുന്നതാണ്. അത്രയും ഞാൻ അത് ആസ്വദിച്ചിട്ടാണ് അത് പാടിക്കൊണ്ടിരുന്നത്.
അത് ഞാൻ മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്നൊരു ഒരു പാട്ട്, അത് ഞാൻ അത്ര പ്രണയിച്ച് ഞാൻ ആസ്വദിച്ചൊരു പാട്ട് എനിക്ക് റിലീസ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇത് എൻ്റെ പാട്ടാണ്, ഇതാർക്കും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല, ഇതിനെ കെട്ടിച്ചയക്കാൻ താല്പര്യമില്ല, ആരെയും ഇത് കേൾപ്പിക്കാൻ താല്പര്യമില്ല. അത്രയും ഞാൻ അതിൽ അഡിക്റ്റ് ആയിരുന്നു. അത് റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമാണ്. പക്ഷേ ഇത്ര നാൾ ഞാൻ മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകളുണ്ട്, ഇനിയിപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇത് കേൾക്കുമല്ലോ. ഇതാണ് എൻ്റെ വിഷമം. മനസ്സിലായി. ഈ ഉസ്താദ് ഹോട്ടലിനകത്ത് ഈ ഫൈസയ്ക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും, ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇതിൽ കുറച്ചൊരു മൊഹബത്തും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ മ്യൂസിക്കിലും ഗോപി സുന്ദർ മൊഹബത്ത് ചേർക്കുന്നുണ്ട്. കാരണം അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചാർലി സിനിമ എന്ന് പറയുന്നതിന് ഭയങ്കര ഉദാഹരണമാണ്. ചാർലിയുടെ ഓരോ സീൻസും എൻഹാൻസ് ചെയ്തതും അത് ഇങ്ങനെ ഒരു മ്യൂസിക്കലായിട്ടുള്ള ചിത്രമായിട്ട് മാറുന്നതും ഇത്രയും കളർഫുള്ളായിട്ട് മാറുന്നതും, അതായത് വെറുതെ ഒരു ബോട്ട് പോകുമ്പോഴാണ് നിമിഷമിത അത് നിങ്ങൾ എന്താണ് ഹോ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. എൻ്റെ അമ്മയെ മാൽഗഡി ശുഭ മാം പാടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ അതിൻ്റെ തലകുത്തി കിടന്ന് രാത്രി ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സന്തോഷം, നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സന്തോഷം. ആ ഓഹോഹോ ഇപ്പോഴും ഞാൻ എനിക്ക് പറ്റാത്ത സാധനം നിമിഷം ഇത് എന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അത് പാടിപ്പിച്ചതെന്നും എനിക്കറിയില്ല. അത് ഇപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് ഫണ്ണാണ്. എനിക്ക് അതിൽ ഭയങ്കര ഭയങ്കര കൊച്ചുകുട്ടികളെ പോലെ അതിങ്ങനെ ഒരു ഡയറക്ടർ നമ്മളെ വിശ്വസിക്കുന്നിടത്താണ് എൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഫസ്റ്റ് നോട്ട് വരുന്നത്. എന്നെ വിശ്വസിക്കുന്നവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ ഭയങ്കര ഇഷ്ടം. അതാർക്കായാലും ഏത് മനുഷ്യനും അങ്ങനെയാണ്. അതുപോലെ ഒരു കലാകാരനാണ്. എന്നെ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചങ്ക് കുറച്ച് കൊടുക്കും. അപ്പോൾ ചാർലി എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോൾ അതിൽ ആ ഡയറക്ടർ മാർട്ടിൻ ബർക്കാട്ടിൻ്റെ മ്യൂസിക്കിനോടുള്ള ആരാധന ഭയങ്കരമാണ്. അദ്ദേഹത്തിന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒരു വേണമെങ്കിൽ അദ്ദേഹത്തിന് വരെ മ്യൂസിക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസറും കൂടിയാണ് അദ്ദേഹം. പുള്ളിയിൽ അത് അത്രയും മ്യൂസിക് ടേസ്റ്റ് ഉള്ള ഒരാളാണ്. മാർട്ടിൻ ഒരു പാട്ട് കൊടുക്കുമ്പം മാർട്ടിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാർട്ടിന് 2 തരത്തിൽ നമുക്ക് പാട്ട് ചെയ്യാൻ പറ്റും. ഒന്നൊരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ അതേപോലെ തിരിച്ച് നമ്മുടെ കയ്യിലെത്തും. ചെഞ്ചുണ്ടിൽ നിട്ട് കഴിഞ്ഞാൽ ബാക്കി ആളുകൾ ഇങ്ങോട്ട് പാടിത്തരും, ആ ബോൾ തിരിച്ച് കയ്യിൽ വരും. മൈക്കിൽ പാടുമ്പോൾ ചുന്ദരി പെണ്ണേ ഓ നിങ്ങോട്ട് പാടിത്തരും. അപ്പോൾ തറ എന്ന് പറഞ്ഞാൽ പറ നിങ്ങോട്ട് പാടിത്തരും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. മറ്റൊന്ന് നമ്മൾ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ബോൾ ഒരിക്കലും തിരിച്ച് കൈ കിട്ടൂല, അതൊരു പോക്കായിരിക്കും. വന്നാൽ വന്നു, പോയാൽ പോയി. അങ്ങനൊരു കമ്പോസിഷൻ രീതിയുണ്ട്. ഇതിലേതാ വേണ്ടേ? പുള്ളി പറഞ്ഞു, പോയങ്ങ് പോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾക്ക് തോന്നിയ വാസം ചെയ്യും, നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും, വെറൈറ്റി പോരട്ടെ മച്ചാനെ, വെറൈറ്റി പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. ഒരു കരിമുകിലെ മാർട്ടിൻ എന്താ സാധനം ഇങ്ങനെ ഒരു സംഭവം. അതായത് 5/8 പോകുന്നത്. ഇങ്ങനൊരു സംഭവം കോംപ്ലക്സ് ട്യൂണാണ്, പക്ഷെ കേൾക്കുമ്പോൾ ഭയങ്കര സ്വീറ്റാണ്. അങ്ങനെ നല്ല രസമുണ്ട്. ഇതിനെന്തോ ഒരു മാജിക് ഉണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ ശുഭ മാമിൻ്റെ പാട്ടുകൾ എടുക്കുമ്പോൾ ഒരു ബേസ് റേഞ്ചുള്ളൊരു പാട്ട്, ഒരു അശരീരി കേൾക്കുന്ന ഒരു പാട്ട്, ഇപ്പോൾ നിലാപ്പൊങ്കലായാലോ ആ ഒരു പാട്ടിൻ്റെ പോലെ ഒരു പാട്ട്. അപ്പം ഞാൻ പിന്നെ നിലാപ്പൊങ്കലായാലോ ആ മൂഡ്. അപ്പോൾ ശുഭക്ക എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ചെന്നൈ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ശുഭക്കയ്ക്ക് വേണ്ടി ഒരുപാട് ട്രാക്കുകൾ ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുഞ്ഞ് 17 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ശുഭക്കനെ വിളിച്ച് പാടിക്കാം എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പം ഞാനിങ്ങനെ കമ്പോസ് ചെയ്തപ്പോൾ അതൊക്കെ തരേ താരേ താരീരി ഇതാണ് ട്യൂണാണ്. അതിന് റഫീഖ് എഴുതി തന്നാണ്. തരരീ തരീ തരീരി തെരരീരി താരീ ഇതൊക്കെ കമ്പോസിഷൻ ഉണ്ടായിരുന്നു. പ്രാന്ത് പോകണമല്ലോ, അതായത് എന്തും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ കുറച്ച് വൃത്തിയോട് കാണിച്ചേക്കാം എന്ന് കരുതി ഞാൻ കമ്പോസ്. അപ്പൊ എഴുതാൻ ഇപ്പൊ എങ്ങനെ എഴുതും? എഴുതണ ആൾ ഇത്തിരി പാട് വരട്ടെ, ഇതൊക്കെയാണ് അന്നത്തെ ആറ്റിറ്റ്യൂഡ്. അതിപ്പോ എങ്ങനെ എഴുതും? അപ്പൊ റഫീഖയുടെ കഴിവ് നമ്മൾ ആലോചിക്കണം. നിമിഷം അതോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അതെന്താ സംഭവം? അല്ല നിമിഷം അതോ എന്നേ പുള്ളി എഴുതിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇപ്പോ
തീരമേ ആന്ന് പാടത്തില്ല എന്ന് പറഞ്ഞ ഒരു ആന്ന് വരും ഓ ഓ ഓ ആക്കി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാവ്യാത്മകതയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല എന്ന് റഫീഖ് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവത്തിലോട്ട് വരുന്നത്. ട്യൂണില് നിമിഷ മതെന്താലും അങ്ങനെ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ റഫീഖ് നിമിഷ മതോ എന്ന് പറഞ്ഞാൽ ഇട്ടു. എന്നാ പിന്നെ അത്രേ ഉള്ളൂ, എന്നാ പിന്നെ ബാക്കി ഞാൻ ഓ ഓ ഓ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായതാണ് അത്. അതിന്റെ ആ ഫസ്റ്റിലൊരു സാധനം കേൾക്കുന്നു. കുമാർ കുമാർ അത് സാമ്പിളാണ്, അതൊരു സാമ്പിളാണ്, അതൊരു സാമ്പിൾ വോയിസ് ആണ്. ഒരു BST സാമ്പിൾ വോയിസ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓർക്കസ്ട്രേറ്റർ ആണ്. അപ്പൊ എനിക്ക് സാമ്പിൾസ് ഒക്കെ ഉപയോഗിക്കാം, ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തന്നെ അവിടെ എങ്ങനെ സിങ്ക് ആയി വരുമെന്നുള്ളതാ. അതാ പറഞ്ഞത്, അത് മാജിക് ആണ്. നമ്മൾ കുറെ ടോൺസ് ഇങ്ങനെ തപ്പി 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 വരുന്ന സമയത്ത് ഇത് കൊള്ളാലോ അത്ര കഴിഞ്ഞു. അവിടെ തീരുന്നൊരു പ്രശ്നമാണത്. പക്ഷേ അത് അതിങ്ങനെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആ പാട്ടിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഏത് സ്വപ്നജാലം കഴിഞ്ഞിട്ട് പല കല്ലോലമെന്നോണമുള്ള തുള്ളാട്ടമായി, ഇത്തരം നീളമുള്ള സാധനങ്ങളില്ലേ, അത് പക്ഷെ അതിന്റെ റിതം ഇങ്ങനെ വന്നിട്ടുണ്ട്. പല കല്ലോലമെന്നോളമുള്ള ചുള്ളാട്ടമായി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, എന്നിട്ടാണ് നിമിഷം ഇത് ഹോ 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 ഹോ. ഇത് നമ്മൾ ലിറിക്സ് എഴുതുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവില്ല. ഇല്ല. അതെങ്ങനെയാ പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇങ്ങനെ പാടിക്കൊടുത്തപ്പം റഫീഖ് എഴുതുന്ന കല്ലോലമെന്നോണമുള്ളാകെ തുള്ളാട്ടമാ, അതിനൊരു ചെറിയ ചാഞ്ചാട്ടം കൂടി കൊടുത്തു. അല്ല കല്ലോലമുള്ളാകെ തുള്ളാത്ത ചണ്ടാട്ടമായി. അത് പാടുമ്പോൾ നമ്മൾ ഇംപ്രൈസ് ചെയ്യുന്നതാണ്. ട്യൂൺ വൈസ് ഇങ്ങനെ പോകുന്നൊരു സംഭവം. റെക്കോർഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പലതും ഇപ്പം നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ച സാധനങ്ങളല്ലാത്തതും അതിനകത്ത് വന്നിട്ടുണ്ടാവും. അതെ അതെ, അതിൽ ശുഭക്കിനെ കൊണ്ട് ഞാനൊരു ലാസ്റ്റ് ഹമ്മിങ് പാടിച്ചിട്ടുണ്ട്. അത് ശുഭക്ക് ഇംപ്രൂവൈസ് ചെയ്ത് പാടിയതാണ്. അതിലൊരു ആഫ്രോ സ്റ്റൈലിലും ഫോക്ക് സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പാടിയിരിക്കുന്നത്. ശുഭക്കൊക്കെ ഉള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശുഭക്ക ഒരു വെസ്റ്റേൺ സിംഗറാണ്, എങ്കിലും ഒരു ഒത്തൻറ്റിക് ഒരു തമിഴ്നാട് കൾച്ചറുള്ള ഫോക്ക് പാട്ടുകളും പാടാൻ നല്ല ഒരു അറിവും അങ്ങനെ ഒരു ബാല്യമുള്ളൊരു സ്ത്രീയാണ് മാൽഗുഡി ശുഭക്ക. അതുകൊണ്ട് ആ ഒരു ടിഞ്ച് എനിക്ക് ഈ പാട്ടിൽ വേണമെന്നുണ്ടായിരുന്നു. ശുഭക്കേനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ശുഭക്കയുടെ ഒരു ബേസ് റൂട്ട് എനിക്കറിയാം. അപ്പം അതെനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പാട്ട് ചെയ്യുന്ന സമയത്ത്. ശുഭക്കേനെ കൊണ്ട് എനിക്ക് ട്രൈ ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ പാടിയാലോ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്നൊക്കെ പാടുമ്പോൾ പക്ക ഒരു ആഫ്രിക്കൻ ലേഡി പാടുന്ന ഒരു സ്റ്റൈലാണ് ശുഭക്ക പാടി തന്നിട്ടുള്ളത്. പിന്നെ അതിൽ ചില അടികളൊക്കെ കിടപ്പുണ്ട്. അതെ, ഇത് കേൾക്കുന്നവർ കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി എന്ന് കരുതി ചെയ്യുന്നതാണ്. അതിലിപ്പം അയ്യോ ഇത് കേട്ടില്ലെങ്കിൽ പ്രശ്നമാവും അങ്ങനെ വെച്ച് ചെയ്യുന്നതല്ല. കേൾക്കുകയാണെങ്കിൽ കേൾക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അത് ധൈര്യമാണ്. അതപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു ഡയറക്ടർ ഉള്ളപ്പോൾ നമുക്ക് എന്തും കളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ. അതിൽ പുലരികളിൽ അവിടെ ഒരു മൊബൈലിന്റെ വൈബ്രേറ്റർ പോലെ ഒരു സാധനം കിടപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. അത് ആ തരിപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടും ഒരു തരിപ്പ്. ഇതൊക്കെ എങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അങ്ങനെയുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന ആളുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ആരും ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത്. പലരും പല കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഒരു പാട്ട് ആസ്വദിച്ചിരുന്ന ഒരു സൗണ്ടൊക്കെ ആസ്വദിച്ച് നോക്കി. ഇതിപ്പോൾ ഞാൻ മാത്രം ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇങ്ങനെ നന്നായി ആസ്വദിക്കുന്നതിലൊരു സന്തോഷം. എല്ലാവരും പാട്ടുകളും ഇങ്ങനെ ആസ്വദിക്കും. എല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനും ഒരു സൗണ്ട് ഡിസൈനേഴ്സിനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബേസ് ഗിറ്റാറിൻ്റെ ഒരു ഹൈ നോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു ഞെരുക്കം തോന്നുന്നത്. അതിന് മൊബൈൽ റിംഗ് ടോൺ വരുന്നു പറഞ്ഞത്. നിങ്ങൾക്കത് കിട്ടുന്ന മൊബൈൽ റിംഗ് ടോൺ, ഞങ്ങൾക്കത് മ്യൂസിക്കൽ നൊട്ടേഷനാണ്. സോ ഇറ്റ്സ് ഫൺ. സൗണ്ട് കൊണ്ടുള്ള ചില കളികളൊക്കെയാണ്. അത് സന്തോഷം, നിങ്ങളത് തിരിച്ചറിയുന്ന സന്തോഷം. അവിടെ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സുഖമാണ്. സുഖമുണ്ട്. എല്ലാവരും രസമല്ലേ, സുഖം വേണ്ട എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ എന്ത് കേട്ടോ ഒരു സുഖമില്ലാത്ത എന്തെങ്കിലും ഒരു സുഖം വേണ്ട, രസം, ഒരു രസമുള്ളതാക്കണം. ഈ ജീവിതത്തെ കുറിച്ച് ഇടയ്ക്ക് ഗോപിച്ചേട്ടൻ പറയുന്ന സമയത്ത് ഈ മ്യൂസിക്കിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമുണ്ട്, ജീവിതമുണ്ട്. ചിലപ്പോൾ ഒരു കാറ് കൊണ്ട് എവിടെയെങ്കിലും വനത്തിനകത്ത് ഇട്ടിട്ട് വെറുതെ കിടക്കലായിരിക്കും എൻ്റെ റിലാക്സേഷൻ എന്നൊക്കെ പറയും. അപ്പൊ ഈ ജീവിതത്തിന്റെ സുഖം എന്ന് പറയുന്ന വാക്ക് നമ്മൾ അനുഭവിച്ച് തന്നെ പറയണം. സുഖം നമ്മൾ ഫീൽ ചെയ്യണം, നമുക്ക് ഹൈ ഉണ്ടാവണം, തലച്ചോറിൽ ഹോർമോൺസ് ഉണ്ടാവണം, എങ്കിലേ നമുക്ക് സുഖം കിട്ടുള്ളൂ. മ്യൂസിക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹൈ ചെയ്യുമ്പോഴോ ചിലപ്പോൾ ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴോ കിട്ടും. അല്ലാതെ ലൈഫിൽ കുറേ സുഖങ്ങൾ ഉണ്ടാവാം. എന്തിനാണ് ശരിക്കും ലൈഫ് എന്ന് ശരിക്കും
ഗോപിച്ചേട്ടൻ വിളിക്കണം? ഇപ്പൊ ആരെ നമ്മൾ കണ്ടാലും ആദ്യം ചോദിക്കുന്നത് എന്താ, സുഖമാണോ? സുഖമാണോ അല്ലേ? ചോദിക്കും. അപ്പൊ എല്ലാവർക്കും സൂഹിക്കണം, ആ. സുഖമാണോ എന്ന് അറിയും വേണം, അല്ലേ? അതൊരു കൗതുകല്ലേ, ഉം. ഒരാളെ കാണുമ്പോൾ സുഖമല്ലേ ചോദിക്കും. പക്ഷെ ഈ സുഖമില്ലാത്തവർ സുഖമാണെന്ന് പറയും, ഉം. അല്ലേ? ഒട്ടും സുഖമില്ലാത്ത ഒരാൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ആശുപത്രി കിടക്കുന്ന ആൾ സുഖമാണെന്ന് വെച്ചാൽ സുഖമാണെന്ന് പറയും. സുഖമാണെന്ന് പറയുന്ന ഒരു ശീലമായി മാറി. യഥാർത്ഥത്തിൽ നിങ്ങൾ സുഖിക്കുന്നുണ്ടോ? അതാ അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഉം. അപ്പോൾ ഞാൻ ജീവിതത്തിൽ എപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ സുഖമാണ് എന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റണം, ആരും ചോദിച്ചില്ലെങ്കിലും. നമ്മളോട് ജസ്റ്റ് ഐ ക്യാൻ സേ ഐ എം എ ലോ പ്രൊഫൈൽ കിങ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അത് എന്നോട് ഞാൻ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഖമാണ് എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു ജീവിതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ വൈശാഖിനെ പറയുന്നത് പെട്ടെന്ന് അയാൾ ജോലി തീർത്തു തരും, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അത്രയും ടൈമിനുള്ളിൽ ജോലി തീർത്തു തരും എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വാസമാണ്. അതിനനുസരിച്ച് നമ്മൾക്ക് റിലീസിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാം. പുലിമുരുകൻ എന്ന് പറയുന്നത് അത്രയും വോളം ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ആണ് ആ പ്രൊഡക്ഷൻ തീർത്തു കൊടുക്കുന്നതെന്ന് പറയുന്നിടത്താണ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് വരുന്നത്. അത്രയും വേഗത്തിൽ എങ്ങനെയാണ് ജോലി തീർക്കണേ എന്നുള്ളതാണ്. എനിക്ക് അധികം നേരം കേട്ടോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വേഗത്തിൽ തീർക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്രഷ്നെസ് പോണതിന് മുമ്പ് അത് ഔട്ടായിരിക്കണം. എനിക്ക് ഒരു പാട്ടുണ്ടാക്കിയിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന് കുറേ നാൾ ആലോചിച്ച് ഇങ്ങനെ അത് തന്നെ കേട്ടോണ്ടിരിക്കും. എനിക്കത് കേട്ടാൽ ഉടനെ അത് പ്രൊഡ്യൂസ് ചെയ്ത് അപ്പം തന്നെ ആൾ കേട്ടിരിക്കണം, അത് അപ്പം തന്നെ റിലീസായിരിക്കണം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സാധനം പിന്നെയും കേട്ടോണ്ടിരിക്കാൻ പരിപാടിയില്ല. എന്താ ഞാൻ ചെയ്യുമ്പോൾ അത് ബെസ്റ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം എനിക്ക്. അങ്ങനെ അറിഞ്ഞൊരു 12-14 വർഷം ഞാൻ ഒരു 85-100 പടത്തിന് മുകളിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടും അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ടും റേഡിയോ സ്പോട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് വിക്കിപീഡിയയിൽ കിടക്കുന്ന 5000-ഓളം ജിംഗിൾസ് ചെയ്ത് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം കുറച്ച് സമയത്ത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു ശീലമുണ്ട്. അതങ്ങനെ ആയിപ്പോയി. ഇപ്പം എനിക്ക് എത്ര ഞാൻ സ്ലോ ആവാൻ ശ്രമിച്ചാലും ഞാൻ സ്ലോ ആവാറില്ല എൻ്റെ വർക്ക്. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഞാൻ ആകെ 4 ദിവസം കൊണ്ട് ഞാൻ 2 പ്രോജക്റ്റ് തീർത്തിട്ടുണ്ട്, 2 തെലുങ്ക് സിനിമകൾ തീർത്തിട്ടുണ്ട്. 4 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു പടം 2 ദിവസം, മറ്റൊരു പടം 2 ദിവസം. ഇതിൽ 4 പാട്ട് വെച്ച് തീർന്നിട്ടുണ്ട്. വിത്ത് പ്രൊഡക്ഷൻ, വിത്ത് ക്വാളിറ്റി. ഇത് തീർന്നു. ഇത് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല, ഇതെനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്കത് അധികം നേരം കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വർക്കിംഗ് പാറ്റേൺ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു, അടുത്ത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ. പലരും വർക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴത്തോട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയറിന് താഴെ എന്തൊക്കെ ചെയ്യാം, ഇതിന് കൂടുതൽ ഇനി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ചിന്ത. എൻ്റെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രാഫിന് ഈ പരിപാടി മുഴുവൻ തീരും. പിന്നെ ചെയ്യുന്നതെല്ലാം അഡീഷണലായിട്ട് ഓട്ടോമാറ്റിക്കായി സംഭവിച്ചുകൊണ്ടിരിക്കും. കാര്യം നമ്മൾ ഒറ്റ റണ്ണിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സോങ് തുടങ്ങും തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ഗ്രാഫും ഒറ്റയടിക്ക് ആണ് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്നത്. അതിനാണ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ അതിന് ഔസേപ്പച്ചൻ സാറിനോടാണ് നന്ദി പറയാനുള്ളത്. എനിക്കിതെല്ലാം പഠിപ്പിച്ചു തന്നതിൽ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ ചെയ്യരുതെന്നും കൂടി നമ്മൾ പഠിക്കും. അതുകൊണ്ട് രണ്ടുമുണ്ട് ഗുരുവിൻ്റെ അടുത്ത്. ഇത് രണ്ടും നമ്മൾ വേർതിരിച്ച് കാണുന്നിടത്താണ് ഒരു നല്ല ശിഷ്യനുണ്ടാവും. സാറിൻ്റെ കൂടെ 12 വർഷം ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആവുന്നത് 12ാമത്തെ വർഷത്തിലാണ്. പിന്നെ ഒരു 2-3 വർഷം കൂടി അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. അങ്ങനെ മൊത്തം 14 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. ഈ അടുത്ത് സാറിനെ കാണുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മാധവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. മാധവനെ കൊണ്ടൊരു പാട്ട് ചെയ്യിപ്പിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഗോപി തുടങ്ങിയ അതേ സ്ഥലത്താണ് മാധവ് വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഗോപിച്ചേട്ടനെ ഫസ്റ്റില് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? എൻ്റെ അച്ഛനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ? അതെ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടിട്ട് പഠിപ്പൊക്കെ കഴിയട്ടെ എന്നിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. പഠിക്കാനൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഔസേപ്പച്ചൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തമാശക്ക് അവർ പറഞ്ഞാണെങ്കിലും പിന്നെ അതൊക്കെ വന്ന് ഭാവിക്കാനുണ്ടായത്. അതൊക്കെ ഭാഗ്യം, എന്താ പറയുക, അതൊക്കെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ജീവിതം. ഇപ്പം എൻ്റെ മകനും ഔസേപ്പച്ചൻ സാർ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അനന്തിക്കൊപ്പം ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട്. ഒരാളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അവൻ പഠിക്കുകയാണ് ഇപ്പം. അത് കഴിഞ്ഞ് വരട്ടെ, നന്നായി വരട്ടെ. അപ്പൊ രണ്ടുപേർക്കും ഒരേ സ്കൂളിൽ തന്നെ തുടങ്ങാൻ പറ്റും. അത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനൊക്കെ ഒരു അനുഗ്രഹം, സന്തോഷം, ഒരുപാട് സന്തോഷം. ഔസേപ്പച്ചൻ സാറിന്റെ ഒരു സ്റ്റൈലുണ്ട്. വയലിൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ നമ്മളെ ഹൈയിലാക്കുന്ന തരത്തിലത് പ്രയോഗം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സാറിന് തന്നെ ലഹരിയാണെന്ന് തോന്നുന്നു. സാറിന്റെ ഓർക്കസ്ട്രേഷനെ കുറിച്ചൊന്ന് പറയും. ഔസേപ്പച്ചൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിങ്ങനെ ഒരു വാക്കിലോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു പുസ്തകം
ഒരു നോവലൊക്കെ എഴുതണ്ട. അതെ. പക്ഷെ ഇടയ്ക്ക് ഗോപി പറയുന്നുണ്ടായിരുന്നു, സാറിൻ്റെ കൂടെ സാറിൻ്റെ വൈഫ് ചെലവഴിച്ചതിനേക്കാളും കൂടുതൽ സമയം. അതെ അതെ, ഡെഫിനറ്റ്ലി. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അവസാനം വഴക്ക് കേട്ടും ഉം. തർക്കിച്ചും ഒരു 14 വർഷത്തെ ബന്ധമല്ലേ. ഉം. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൽ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടാവും. ഭയങ്കരമായിട്ട് വഴക്കുറി, ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വഴക്കുറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിനുള്ള കാരണം ഞാൻ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ്. കാരണം അത്ര അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് സാർ. ഒരു വാക്കിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഞാൻ അത്ര വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത്ര ഗംഭീരമായിട്ട് വയലിൻ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പലരും വായിക്കുമായിരിക്കും, അതിഗംഭീരമായ സാഹസങ്ങളൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷെ ഒരു പെർട്ടിക്കുലർ നോട്ട് മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളെ കരയിക്കാൻ പറ്റും, ചിരിപ്പിക്കാൻ പറ്റും. അതാണ് ഔസേപ്പച്ചൻ സാറിൻ്റെ വയലിനുള്ള പ്രത്യേകത. അത്രയും ഗംഭീരം. അദ്ദേഹത്തിന് അധികം നൊട്ടേഷൻ ഒന്നും ആവശ്യമില്ല, ഒരു നോട്ട് മതി. അദ്ദേഹം ഒരു നോട്ട് വിബ്രാറ്റോ വെച്ച് അദ്ദേഹം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയും, നമ്മൾ ചിരിക്കും, എല്ലാം ചെയ്യും. അത്രയ്ക്കും ഇമോഷണലി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വയലിൻ. അത് അതിഗംഭീരമായിട്ട് അതിനെ സ്നേഹിക്കുകയും അതിലൂടെ ജീവിക്കുകയും അതിലൂടെ കമ്പോസിഷൻസ് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാറിൻ്റെ വഴക്ക് കേൾക്കാത്ത ദിവസങ്ങളില്ല. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യില്ല. ഇത്രയും വൃത്തികെട്ട ഒരു പണി എന്ത് ചെയ്താലും ഔസേപ്പച്ചൻ സാറിൻ്റെ ചെയ്ത് വെക്കും. അയ്യോ എന്തൊരു വൃത്തികെട്ട പണി, ഇതൊന്നും ഒരിക്കലും ചെയ്യും. പക്ഷെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ്. ഞാൻ ഒരു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷാണ്. അതിനുശേഷം ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആരും ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പശ്ചാത്തല സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ അതിനുശേഷം കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല. അപ്പോൾ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അവസരം. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ പ്രശ്നം പശ്ചാത്തല സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. അതെനിക്കൊരു വലിയൊരു ഭാഗ്യമാണ്. അതിന് ഞാൻ ഔസേപ്പച്ചൻ സാറോട് നന്ദി പറയും. എല്ലാം പഠിപ്പിച്ചു തന്ന അദ്ദേഹമാണ്. ഒരേ കടലിന് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചോദിക്കുക, ശുഭബന്ധുവരാളിയെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നതും അത്രയും അസാധ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ചില ട്രാക്കിംഗ് ഷോട്ട് ഉണ്ട്, അഴകപ്പൻ സാറിൻ്റെ ക്യാമറ ആയിരുന്നു. അതിനൊക്കെ എത്രമാത്രം ബ്ലെൻഡാണ്, അല്ലെങ്കിൽ ബ്ലെൻഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാമോ എന്ന് പോലും അറിഞ്ഞൂടാത്ത രീതിയിൽ ചേർന്ന് നിൽക്കുന്നതാണ്. ആ ഒരു സുഖമില്ലേ, അത് മൊത്തം അങ്ങനെ ഒരു സുഖം കിടപ്പുണ്ടായിരുന്നു. ഇപ്പം ശുഭബന്ധുവരാളി രാഗം എന്ന് പറയുമ്പോൾ ഔസേപ്പച്ചൻ സാറ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ശ്രുതിഭേദം വെച്ചുകൊണ്ട് തന്നെ അതിന് പല രാഗങ്ങളുടെ ഇമോഷൻസ് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു വൺ ബ്രില്യൻസ് ആണത്. അതങ്ങനെ വളരെ റെയറായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം നമുക്ക് കഴിവുകളൊക്കെ ഉള്ള ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഔസേപ്പച്ചൻ സാർ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും വണ്ടറാണ്. നമുക്ക് വണ്ടേഴ്സ് എന്ന് പറയില്ലേ, വേൾഡിൽ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഞാൻ എപ്പോഴും ആസ്വദിക്കുന്ന ഒരു പാട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എന്നെ ശുഭബന്ധുവരാളി രാഗം കേൾക്കാൻ പ്രേരിപ്പിച്ചത് ഔസേപ്പച്ചൻ സാറിൻ്റെ ആ വർക്കിലൂടെ തന്നെയാണ്. അതിനുമുമ്പ് ഞാൻ രാഗം കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൽ ഓർക്കസ്ട്രേഷൻ ഞാനാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം. ആ 2-3 ദിവസം ഉണ്ടായിരുന്നു. ഔസേപ്പച്ചൻ സാർ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും, ഞാൻ എൻ്റെ ബാക്കിങ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാപ്പാസ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, ഒരു ബാക്കിങ് ഒരു സംഭവം ഉണ്ടാകുന്നു. അതിൻ്റെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ പാടി ശ്യാം സാർ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. അദ്ദേഹം ഔസേപ്പച്ചൻ സാർ പാടിക്കൊണ്ടിരിക്കും. ഔസേപ്പ അവിടെ നമുക്കിങ്ങനെ മുകളിലോട്ട് പോയാലോ, താഴോട്ട്, അങ്ങനെയുള്ള ഐഡിയാസൊക്കെ കൊടുക്കുന്നുണ്ട്. അതിരുന്ന് ആ ഒരു രാഗം ഇങ്ങനെ ഊറി എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാനത് വിറ്റ്നസ് ചെയ്ത ആളാണ്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതെ. പിന്നെ അതിന് ശേഷം ഞാൻ വേറെ ഏതൊരു മ്യൂസിക് ഡയറക്ടറോട് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഔസേപ്പ സാർ എന്നെ വിളിച്ച് പറയാം, എടാ അടിച്ചടാ. അപ്പം ഞാൻ എന്ത് സാറേ, ഒരു നാഷണൽ അവാർഡ് അടിച്ചു. അടിപൊളി സാറേ. അവാർഡ് കിട്ടുമ്പോൾ അതിൽ ഞാൻ അർഹനാണെന്ന് തോന്നുന്നൊരു സാഹചര്യത്തിൽ അവാർഡ് കിട്ടുന്ന ഒരു വലിയ ഒരു അനുഭവമല്ലേ. അത് ഔസേപ്പച്ചൻ സാർ നല്ല ഭാഗ്യമുണ്ട് കാര്യത്തിൽ. അതേപോലെ പ്രാഞ്ചിയേട്ടൻ ചെയ്യുന്ന സമയത്ത് അത് അസാധ്യമായിട്ടുള്ള കോമ്പോസിഷനാണ്. അതിലെങ്ങനെയാണെന്ന് അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്താണ് സാറിങ്ങനെ ചൊല്ലുന്നതും. അപ്പോൾ ഇതെന്താണ് സാറേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത്ഭുതത്തോടു കൂടി ചോദിച്ചു. പ്രാഞ്ചിയേട്ടൻ്റെ മറ്റേ കിനാവിലെ ജനാലകൾ, അതിൽ കുറേ നീളമുള്ള കുറേ സാധനങ്ങളില്ലേ. ഞാൻ രാവിലെ ചെല്ലുന്നു, സാർ ഇവിടെ ഇരിക്കുന്നു, ഒരു കീബോർഡ് ഉണ്ട്, സാർ ഈ ട്യൂൺ പാടി തരുന്നു, ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്ത് തുടങ്ങുന്നു. രാവിലെ ഇരിക്കുന്നു, വൈകുന്നേരം 5:30 മണിയാകുമ്പോൾ പരിപാടി കഴിഞ്ഞു. ഞാൻ ഇന്നത്തെ പോലെ തന്നെ അന്നും സ്പീഡാണ്. ഈ സ്പീഡ് എനിക്ക് കുറയ്ക്കാനും പറ്റില്ല, അങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും.
എനിക്ക് BG ആയാലും എന്തൊക്കെയാലും അപ്പം തന്നെ ഞാനത് അങ്ങനെ ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സാർ ഇപ്പോൾ ഐഡിയ പറയും, അപ്പം തന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. ഒരു സംഭവം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സമയം ഒന്നും എടുക്കില്ല എനിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഔസഫിൻ സാർ അത് ഭയങ്കരമായിട്ട് അതിൽ ട്യൂണായി പോയിടും. ഔസഫ് സാർ പാവം വേറെ പ്രോഗ്രാമേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഔസഫിൻ സാർ അത് വല്ലാതെ എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയാൻ പറ്റും അത്. ഔസഫിൻ സാർ ഡെഫിനറ്റ്ലി എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, എനിക്ക് കാണുമ്പോൾ ചോദിച്ചു.